കടന്നു വന്നാട്ടെ. 1 തീമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. അതിനാധാരമായി ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസന റൂമിൽ നിന്ന് ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് 1 തിമോത്തി chapter 6 verse 12. സ്തോത്രം. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. 1 തീമോഥെയോസ് 6:12 കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ആ ഒറ്റ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചു കൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ദൂതിൻ്റെ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് സ്തോത്രം ഈ പകൽ ധ്യാനിക്കാം. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. ഈ ദൂതിൻ്റെ തലക്കെട്ടിതാണ് ദ ചാലഞ്ചിങ് ഫെയ്ത്ത്, വെല്ലുവിളിക്കുന്ന വിശ്വാസം. കമാൺ. ലോകത്തിൽ നിങ്ങൾക്കും എനിക്കും എതിരെ ഉയരുന്നതായ പ്രശ്നങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന വിശ്വാസം. നിങ്ങൾക്ക് മുൻപിൽ വളർന്നു പൊങ്ങിയിരിക്കുന്ന സകല പർവ്വതങ്ങളെ സമനിലമാക്കുവാൻ വെല്ലുവിളിക്കുന്ന വിശ്വാസം. ഓ ഗ്ലോറി. നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന പ്രശ്നങ്ങളെ, ഹേ നീ ആള് മാറിയ കളിക്കുന്നത്, പ്രശ്നമേ പോരെ പോരാട്ടമേ നീ അഡ്രസ് മാറിയാണ് കളിക്കുന്നത്, നിനക്ക് എൻ്റെ മുൻപിൽ നിൽപ്പാൻ കഴിയത്തില്ല. എന്നേക്കുമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നീ ചാടിപ്പോക എന്ന് പറയുക. വെല്ലുവിളിക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. ഇത് പ്രസംഗമല്ല, ഇത് ജീവിതമാണ്. ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ ക്രൈസ്റ്റ് സെൻ്ററിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എന്നെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന, എന്നെക്കാളും കർത്താവിനെ മാനിക്കുന്ന അനേക സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളുണ്ട്. അതിലൊരാളായിരുന്നു സൂസൻ ഡാനിയൽ. അവർ സ്തോത്രം അമേരിക്കയിൽ മെറിലാൻഡിൽ പാർത്തു. നല്ലൊരു ഭാര്യ, നല്ലൊരു അമ്മ, നല്ലൊരു വലിയ മച്ചി. സ്തോത്രം. അവരുടെ ഭവനത്തിൽ മെറിലാൻഡിൽ പോയി അനേക പ്രാവശ്യം ഞാൻ താമസിച്ചിട്ടുണ്ട്. സൂസൻ ഡാനിയൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ല. ക്രൈസ്റ്റ് സെൻ്ററിൻ്റെ ഓഫീസിൽ നിങ്ങൾ കടന്നു വന്നാൽ അവിടെ നിങ്ങൾ കിട്ടിയിരിക്കുന്നതായ ഫർണിച്ചർ അവരുടെ സ്തോത്രം സംഭാവനയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുക്കി. പക്ഷേ 2 ദിവസമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ ആൻറ്റി അങ്കിളിനോട് പറഞ്ഞു, എനിക്ക് നല്ല തലവേദനയുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രാർത്ഥന, ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആരാധന. ആ വീട്ടിൽ ചെന്നാൽ, ആ വീട്ടിൽ കയറിയാൽ അമേരിക്കയുടെ സുഖമല്ല എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞത്, ഒരു സ്വർഗീയ പർദീസയുടെ സുഖം ആ വീട്ടിലുണ്ട്. കാരണം അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഏതോ സ്തോത്രം എയർ റിഫ്രഷ്നർ അല്ല, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സാന്നിധ്യമായിരുന്നു. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള വീട്ടിൽ കയറിയാൽ നമുക്ക് പുറത്തിറങ്ങാനേ തോന്നത്തില്ല. നമുക്ക് തോന്നും ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സ്തോത്രം. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. ദീർഘകാലം മിഡിൽ ഈസ്റ്റിൽ, ഷാർജയിൽ, ദുബായ് ഏരിയ അവിടെ അവരുണ്ടായിരുന്നു. മൂത്ത മകൻ സ്തോത്രം ഡാൻ, ബാബു തോമസുകളുടെ എലിസബത്ത് ആൻറ്റിയുടെ ഒരേ ഒരു മകളായ സാറയെ സ്തോത്രം വിവാഹം കഴിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പട്ടണത്തിൽ ആ വിവാഹത്തിന് നമ്മളുടെ ഈ ഹാളിലായിരിക്കുന്ന പലർ സാക്ഷ്യം വഹിച്ചതാണ്. രണ്ടാമത്തെ മകൻ ഡോൺ CETയിൽ പഠിച്ചു. അമേരിക്കൻ പ്രസിഡൻറ്റ് ആരായാലും അമേരിക്കൻ പ്രസിഡൻറ്റിനോട് നേരിട്ട് പോയി സംസാരിപ്പാൻ കഴിക്കുന്ന 50 സയൻറ്റിസ്റ്റുമാരിൽ ഒരാളാണ് ഡോൺ. അത്ര ഉന്നതമായ പദവിയിൽ ആ രണ്ടാമത്തെ മകനായിരിക്കുന്നു. മൂത്തിയാൾ ബാബു തോമസിൻ്റെ സ്തോത്രം മരുമകൻ IT വലിയ ഔന്നിത്യത്തിൽ ഇരിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ്. ആ പിള്ളേർ എത്രത്തോളം ഉയർന്നത് ഈ അമ്മയുടെ കണ്ണുനീര് കൊണ്ടാണ്, പ്രാർത്ഥനയാണ്. ഇന്ന് പകലും 2023 ഹന്നമാർ എൻ്റെ മുൻപിൽ ഇരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച
സഭായം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നന്നായി തലവേദനിക്കുന്നു. പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച കുഴപ്പമില്ലാതെ പോയി. ചൊവ്വാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്തോത്രം അവർ പ്രിപ്പയർ ചെയ്തു. എലിസബത്ത് ആൻറ്റി സർവീസിന് തൊട്ട് മുമ്പ് പറഞ്ഞത് സ്തോത്രം പ്രാർത്ഥിപ്പാനായി ആ റൂമിൽ പ്രവേശിച്ചു. ആ റൂം എനിക്ക് ഇപ്പോഴും നന്നായി അറിയാം. പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ മാവേലിക്കരയുള്ള തൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിൻ്റെ കൈവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവർ വാക്സിനേഷൻ എടുത്തിട്ടില്ല, ഒരു മെഡിസിൻ എടുക്കത്തില്ല. അമേരിക്കയിലാണ് പാർക്കുന്നതെങ്കിലും മെഡിക്കൽ സയൻസിനെ വെല്ലുവിളിച്ച് ഈ പുസ്തകത്തിലെ കർത്താവിനെ മാത്രം ആശ്രയിച്ച് പ്രസംഗിക്കുകയല്ല, അതുപോലെ ജീവിച്ചതായ ദൈവത്തിൻ്റെ ദാസി. പല പ്രാസംഗികന്മാർക്കും പറയുന്നതിൽ വിശ്വാസമില്ല. ഓ കമാൻ ഹല്ലേലൂയ. ഞാനെന്തോ പറഞ്ഞേ? പലർക്കും പ്രസംഗമേ ഉള്ളൂ, അതിൽ വിശ്വാസമില്ല. പക്ഷേ ഇവർക്ക് പ്രസംഗമില്ലെങ്കിലും ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ജീവിതമാണ്. അനുജത്തിയോട് സ്തോത്രം പ്രാർത്ഥിപ്പാൻ പറഞ്ഞ് ചേച്ചി ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ മറുവശത്തുനിന്ന് ശബ്ദം കേൾക്കാത്തത് കൊണ്ട് അനുജത്തി സ്തോത്രം ഡാനിയലെങ്കിലിനെ വിളിച്ചു. ഫോൺ റിപ്ലൈ ഇല്ല, മോനെ വിളിച്ച് കിട്ടിയില്ല. മരുമകളെ വിളിച്ചു. രണ്ടാമത്തെ മരുമകളെ വിളിച്ചിട്ട് മമ്മി ആൻസർ ചെയ്യുന്നില്ല, ചെന്ന് നോക്കെന്ന് പറഞ്ഞപ്പോൾ ആ കഥകു തുറന്ന് നോക്കുന്നതായ സമയത്ത് സ്തോത്രം മിക്കവാറും ബോധം നഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടിരുന്നപ്പോൾ കിടക്കുകയാണ്. അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് എമർജൻസി വിളിച്ച് അവർ കടന്ന് CPR കൊടുക്കുമ്പോഴേക്കും അപ്പോഴും പറയുന്നത് അന്യഭാഷയാണ്. അന്യഭാഷ പറയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഹലോ, അന്യഭാഷ പറയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? അന്യഭാഷകൾ സംസാരിക്കുന്നവൻ ചുറ്റും ഇരിക്കുന്നവരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അപ്പോൾ ആ കടന്നു വന്ന എമർജൻസി ടീം ഈ പ്രകാരം ചോദിച്ചു, ഇത് നിങ്ങളുടെ ഭാഷയാണോ സംസാരിക്കുന്നത്? അവർ പറഞ്ഞു അല്ല, ദൈവത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന വഴിക്ക് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നോട് എപ്പോഴും പറയും സ്തോത്രം, അനാവശ്യമായി ഒരു മെഡിസിൻ പോലും ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കെന്തോ സംഭവിച്ചാലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, വിശ്വസിക്കുമോ, ആശ്രയിക്കുമോ, നിങ്ങൾ മനുഷ്യൻ്റെ കയ്യിൽ വീണ് തകരത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയമുണ്ടോ? ഗ്യാരണ്ടിയാ ഞാൻ പറയുന്നു സ്തോത്രം, ബലഹീനനായ മനുഷ്യൻ്റെ കയ്യിൽ നിങ്ങൾ വീണു ഉടയുവാൻ ദൈവം സമ്മതിക്കയില്ല. പകരം ആണിപ്പടുത്തുള്ള വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അതെ, ഇന്നും വിശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയായിരിക്കുന്നതായ ഈ തലമുറയെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വാസത്തിനായി നല്ല പൊരുതുക. വെല്ലുവിളിക്കുന്നതായ വിശ്വാസം പ്രസംഗിക്കാനുള്ളതല്ല, വിശ്വാസം അനുഭവിക്കാനുള്ളതാണ്. വിശ്വാസം സ്തോത്രം നാട്ടുകാർക്കുള്ളതല്ല. വിശ്വാസം ആദ്യം നമുക്കും അത് നിറഞ്ഞു കവിയുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടതുമാണ്. വെല്ലുവിളിക്കുന്നതായ വിശ്വാസം സ്തോത്രം. വിശ്വാസം എവിടെയാണോ ഉള്ളത് അവിടെ ഒരിക്കലും അതേ വെല്ലുവിളി നിങ്ങളിൽ നിന്ന് മാറുന്നില്ല. എപ്പോഴാണോ വിശ്വാസം വരുന്നത് അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്തണ്ടത്തെ, ക്രൈസ്റ്റ് കിങ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ ചരിത്രം ഇതാണ്. എല്ലാ തലമുറയിലും എല്ലാ നൂറ്റാണ്ടിലും ദൈവസഭ ഇത്രത്തോളം 2023 കടന്നു വന്നത് പണത്തിൻ്റെ മിടുക്ക് കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, ഗവൺമെൻറ് കൊണ്ടല്ല, പകരം സ്തോത്രം വെല്ലുവിളികളിലൂടെ വന്ന പ്രസ്ഥാനമാണ് ദൈവത്തിൻ്റെ സഭ. ഹലോ, വെല്ലുവിളികളിലൂടെ വന്നതാണ് ദൈവത്തിൻ്റെ സഭ. പലരും ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഒരു പ്രശ്നവും കാണാതെ എന്നെ സൂക്ഷിച്ചോളണേ. എന്നാൽ സ്തോത്രം, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യഥാർത്ഥ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ അതിജീവിപ്പാൻ കഴിയത്തില്ല. എന്നാൽ വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് വിശ്വാസം പ്രശ്നങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്നു.
സഭയിലേക്ക് നോക്കിയാട്ടെ. AD 30 കർത്താവ് യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതേ സ്തോത്രം വർഷം തന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ 50-ാം ദിവസത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു. പരിശുദ്ധാത്മാവിനെ പകർന്ന ആ ദിവസത്തിൽ സഭ ജനിക്കുകയുണ്ടായി. എപ്പോഴാണോ സഭ 3000 പേർ സ്നാനപ്പെട്ട ദൈവസഭയിലേക്ക് കയറിയത്, അന്ന് മുതൽ പ്രശ്നങ്ങളും ആരംഭിച്ചു. ചില ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ തുടരട്ടെ. AD 30 തുടങ്ങി 2-ാം നൂറ്റാണ്ട് വരെ റോമൻ സാമ്രാജ്യം സ്തോത്രം സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. സഭയുടെ അധികാരികളായ എല്ലാ അപ്പോസ്തലന്മാരും യോഹന്നാൻ ഒഴികെ സകലരും രക്തസാക്ഷികളായി. ചരിത്രം പറയുന്നു പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലൂസിന്റെ ശിരച്ഛേദനം സ്തോത്രം സംഭവിച്ചു. 3-ാം 4-ാം നൂറ്റാണ്ട് നോക്കുമ്പോൾ ദൈവസഭയ്ക്ക് പുറത്തല്ല പ്രശ്നം, ഡോക്ട്രിനായി ഉപദേശമായി ദൈവസഭയ്ക്ക് അകത്ത് പ്രശ്നമുണ്ടായി. സാത്താൻ പുറത്തുനിന്ന് പൊരുതാൻ നോക്കി, സഭയെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. സഭയ്ക്ക് അകത്ത് കയറി ഉപദേശ പിശകുകൾ ഉണ്ടാക്കി സാത്താൻ പൊരുതാൻ നോക്കി. സഭ ഒരിക്കലും തളർന്നില്ല. 7 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ജാതിത്വ ശക്തികൾ ശക്തമായി എഴുന്നേറ്റു. അന്തിക്രിസ്തുവിന്റെ സ്വാധീനമെന്ന് പറയത്തക്ക, എതിർ ക്രിസ്തുവിന്റെ സ്വാധീനമെന്ന് പറയത്തക്ക ജാതിത്വ കോമരങ്ങൾ എഴുന്നേറ്റ് സ്തോത്രം വിശുദ്ധ നാട് എന്നറിയപ്പെടുന്ന ഇസ്രായേലിൽ ഹോളി ലാൻഡിൽ സ്തോത്രം ക്രൂസൈഡുകൾ, കുരിശ് യുദ്ധങ്ങൾ ആരംഭിക്കുകയുണ്ടായി. 7 മുതൽ 13 വരെയുള്ളതായ കാലഘട്ടം വിശ്വാസത്തിന് നേരെയുള്ള വെല്ലുവിളിയായിരുന്നു അത്. 15-ാം നൂറ്റാണ്ട് തുടങ്ങി 18-ാം നൂറ്റാണ്ട് വരെ പ്രൊട്ടസ്റ്റന്റും കാത്തലിക്സുമായി സ്തോത്രം ദൈവസഭ ഭിന്നിക്കുകയും അതിരൂക്ഷമായ ഭിന്നതയിലൂടെ സ്തോത്രം കടന്നു പോവുകയും ചെയ്തു. ആ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. എന്നാൽ മനസ്സിലാക്കണമേ, 19-ാം നൂറ്റാണ്ട് വരെ ചേർച്ചിന് പുറത്തായിരുന്നു പ്രശ്നമെങ്കിൽ 20-21 നൂറ്റാണ്ട് ഇന്ന് നോക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ പലതിനും പ്രശ്നമെന്ന് കാണുന്നില്ല. പ്രശ്നത്തെ കാണാനുള്ള കണ്ണ് നമുക്ക് ഇല്ല. നമുക്ക് പോരാട്ടം എന്ന് പറയുന്ന ടേം ഇഷ്ടമല്ല. പലതിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണ്. എന്നാൽ കോംപ്രമൈസ് ചെയ്ത് ഈ ദിവസങ്ങൾ ലൂക്ക്വാം ക്രിസ്ത്യൻസ് ആയി സ്തോത്രം അനലാണോ കുളിരാണോ എന്ന് തമിഴിൽ പറയുന്നത് പോലെ ഉഷ്ണവാനാണോ ശീതവാനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ലോക മനുഷ്യരെ പോലെ ജീവിക്കുമ്പോൾ ഈ ദിവസം പരിശുദ്ധാത്മാ പറയുന്നു, സ്തോത്രം നീ സാധാരണ വ്യക്തിയല്ല. സത്യം അരക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷനായി ഒരുക്കം കാലിന് ചെരുപ്പായി ഇടുക, വിശ്വാസം എന്ന പരിചയം ഏറ്റെടുക്കുക, രക്ഷ എന്ന ശിരസ്ത്രമണിക, ദൈവവചനമെന്ന ആത്മാവിൻ്റെ അതേ ദൈവവചനമെന്ന ആത്മാവിന്റെ വാളിനെ ഏറ്റെടുക്കുക. ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കുക. വിശ്വാസമുണ്ടോ? ലോകത്തെയും ലോകത്തിന്റെ സിസ്റ്റത്തെയും വെല്ലുവിളിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോകുക. പല സമയത്ത് നമുക്കറിയത്തില്ല ഏത് വഴിക്കാണ് വിശ്വാസ ജീവിതത്തെ തകർക്കേണ്ടതായ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ വരുന്നത്. തവളയെ കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. തവളയെ കണ്ടിട്ടുള്ളവർ, ബാക്കിയുള്ളവർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. സ്തോത്രം. തവളച്ചാട്ടം കളിച്ചിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. ഒരു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ അല്പം സ്തോത്രം ഊഷ്മാവ് അല്പം വർദ്ധിച്ച ഒരു വെള്ളത്തിൽ തവളയെ പിടിച്ചിട്ടാൽ തവള കിടക്കത്തിൽ എപ്പോഴാണോ ആ ചൂടുള്ള വെള്ളത്തിലേക്ക് വരുന്നത് അത് ചാടി രക്ഷപ്പെടും. പക്ഷേ റൂം ടെമ്പറേച്ചർ സാധാരണ സ്തോത്രം അതേ സാധാരണ ഊഷ്മാവുള്ളതായ ഒരു വെള്ളത്തിൽ ഒരു തവളയെ പിടിച്ചെടുക്കുക. തവള സുഖമായിട്ട് അതിൽ കിടക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ എടുത്ത് അടുപ്പത്ത് വെക്കുക. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ഒരു തവളയെ പിടിച്ച് ഒന്ന് പരീക്ഷിച്ചേ. എക്സാക്ട്ലി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ആ തവളയെ പിടിച്ച് ആ പാത്രത്തിലിട്ട് തവള സുഖമായിട്ട് അതിൽ കിടക്കും. അതിനെ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ചൂടാക്കുക. വെള്ളം ചൂടാകുകയാണ്. പക്ഷേ തവള ചാടിപ്പോകുന്നില്ല. ഊഷ്മാവ് വർദ്ധിക്കുന്നതനുസരിച്ച് സ്തോത്രം തവള ചാടിപ്പോകുന്നില്ല. തവള പറയും, കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ നല്ല തണുപ്പായിരുന്നു, എന്തൊരു സുഖം, എന്തൊരു സുഖം, കുറച്ച് ചൂടുവെള്ളം കിട്ടിയപ്പോൾ എന്തൊരു സുഖം. പക്ഷേ സ്തോത്രം ഊഷ്മാവ് കൂടുന്നതനുസരിച്ച് തവള ചാടത്തില്ലെന്ന് മാത്രമല്ല, അവസാനം അത് വെന്ത് കുക്ക് ചെയ്യപ്പെട്ട് സ്തോത്രം പുഴുങ്ങി അത് ചത്തുപോകും. കാരണം അതറിയുന്നില്ല. പ്രശ്നം വർദ്ധിക്കുന്നത് അറിയുന്നില്ല. ഭീഷണി വർദ്ധിക്കുന്നത് അറിയുന്നില്ല. ആരുടെയോ വിശ്വാസത്തിന് വെല്ലുവിളി വർദ്ധിക്കുകയാണ്. ആരുടെയോ പ്രാർത്ഥനാ ജീവിതത്തിനെതിരെ, ഭക്തിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ വെല്ലുവിളി വർദ്ധിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം അതേ ശത്രു നിനക്കെതിരെ ഒരുക്കുന്ന സാഹചര്യവും ലോകവും നിന്റെ ആത്മീയ ജീവിതത്തെ താളം തെറ്റിപ്പാൻ ശ്രമിക്കുന്നതായ കെറ്റിലിൽ നിന്നെ പൂട്ടിയിടുമ്പോൾ നിനക്ക് ചാടി രക്ഷപ്പെടേണ്ട അവസാനത്തെ അലാമായി പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ
നോക്കി പറയുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. കാരണം സ്തോത്രം, നിനക്കേ പൊരുതുവാൻ കഴിയത്തുള്ളൂ. തീമോഥെയോസിനെ നോക്കി പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, നീ സൺഡേ ക്രിസ്ത്യാനിയാകരുത്, പകരം നീ ആരായിരിക്കണം? സ്തോത്രം, അതെ, നീ ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും യുദ്ധസേവ ചെയ്യുക. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീ ക്രിസ്തു യേശുവിൻ്റെ ഭടനിൽ എഫെസ്യ ലേഖനം 6 അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സർവായുധ വർഗത്തിൻ്റെ 7 ഭാഗങ്ങളുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. സത്യം ആരൊക്കെ കിട്ടി? യേശുവാണ് സത്യം. നീതി എന്ന കവചം ധരിച്ച് യേശുവാണ് എൻ്റെ നീതി. സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പ്, യേശുവാണ് എൻ്റെ സമാധാനം. വിശ്വാസം എന്ന പരിചയം, ഞാൻ വീണ്ടും പറയും, യേശുവാണ് എൻ്റെ വിശ്വാസം. രക്ഷ എന്ന ശിരസ്ത്രം, യേശുവാണ് എൻ്റെ രക്ഷ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, സ്വർഗത്തിലും എൻ്റെ പേര്, യേശുവിൻ്റെ പേര് ദൈവവചനം. ഏത് നേരവും അവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അതിനർത്ഥം കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. അതിൽ സ്തോത്രം, അത് സത്യം ആരൊക്കെ കിട്ടി? നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാല് ചെരുപ്പായിട്ട്. 4ാമത്തെ ഭാഗമാണ് സ്തോത്രം, വിശ്വാസം എന്ന പരിച. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വിശ്വാസം എന്ന പരിച. സ്തോത്രം, വിശ്വാസം എന്ന പരിച. എന്തിനാണ് വിശ്വാസം എന്ന പരിച? എഫേസ്യർ 6:14, 15, 16 വാക്യങ്ങളിൽ പൗലോസ് അത് എഴുതി വരുമ്പോൾ പറയുന്നു, to quench every fiery darts of the devil. സ്തോത്രം, ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ. ഹലോ, ശത്രുവിൻ്റെ തീ അമ്പുകളെ കെടുത്തുവാൻ. ആദ്യ നൂറ്റാണ്ടിൽ സ്തോത്രം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്ന ശക്തിയേറിയ ആയുധമായിരുന്നു തീ അമ്പുകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ മിസൈൽസ് പോലെ, ഇന്നത്തെ ആണവ അറ്റാക്കുകൾ പോലെ സ്തോത്രം, അന്നത്തെ ഏറ്റവും വലിയ ആയുധമാണ് മെറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ അറ്റത്ത് തീ വച്ച് കെട്ടി ശത്രുവിൻ്റെ പാളയത്തിലേക്ക് വലിച്ചെറിയുന്ന ഫയറി ഡോട്ട്സ്, തീ അമ്പുകൾ. അന്നത്തെ ഏറ്റവും വലിയ ആയുധത്തെ തകർക്കുവാൻ സ്തോത്രം പൗലോസ് പറയുന്നു, ഒരൊറ്റ സ്തോത്രം ഡിഫൻസീവ് വെപ്പണാണ് നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നത്, വിശ്വാസം എന്ന പരിച. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, അഡ്വാൻസ് ചെയ്തു, ലോകം അഡ്വാൻസ് ചെയ്തു, പല കണ്ടുപിടുത്തങ്ങളുണ്ടായി. അന്നാകട്ടെ, ഇന്നാകട്ടെ, എന്നുമാകട്ടെ, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമത്രേ. ഹല്ലേലൂയ. ലോകത്തെ നീ ജയിക്കുന്നത് ദൈവകൃപയാൽ വിശ്വാസത്തിലെന്ന് 1 യോഹന്നാൻ 4:4 പറയുന്നു. പണത്താലല്ല നിങ്ങൾക്ക് ജയം വരുന്നത്, സ്വാധീനം കൊണ്ടല്ല ജയം വരുന്നത്, പകരം വിശ്വാസത്താലാണ് ജയം. അതുകൊണ്ട് വിശ്വാസം എന്ന പരിച. ശബ്ദം ഉയർത്തി പറഞ്ഞ, എന്താ നിന്റെ കയ്യിലുള്ളത്? വിശ്വാസം എന്ന പരിച. സങ്കീർത്തനം 3:3 സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയാകുന്ന, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയാകുന്നു. ദുഷ്ടനായ സാത്താൻ ഏത് ദിശയിൽ നിന്ന് നിന്നെ അറ്റാക്ക് ചെയ്താലും, ഏത് കാര്യത്തിൽ അറ്റാക്ക് ചെയ്താലും ജയം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, വിശ്വാസം എന്ന പരിചയിൽ നമ്പർ 1 സുഷിരം വീടല്ല. 2 വിശ്വാസം എന്ന പരിച ഹാൻഡ് ഓവർ ചെയ്യല്ല, വേറൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. 1 നിന്റെ വിശ്വാസം എന്ന പരിചയിൽ നിനക്ക് സുഷിരം വീണിരിക്കുന്നുവോ? അർത്ഥം നിന്റെ വിശ്വാസത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് പകൽ റിപ്പയർ ചെയ്യുക. പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഒരു അപ്ഗ്രേഡ്, ഒരു അപ്ഗ്രഡേഷൻ ദൈവകൃപയാൽ ആർയോ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആദ്യ വിശ്വാസത്തിന്റെ ഒരു തഴപ്പ് ഇന്ന് പകൽ സ്വർഗം കൽപ്പിപ്പാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. നമ്പർ 2 വിശ്വാസം എന്ന പരിച ഹാൻഡ് ഓവർ ചെയ്യല്. വേറൊരുത്തൻ്റെ കയ്യിൽ അവർ പ്രാർത്ഥിച്ചോളും, അവർ ആരാധിച്ചോളും, അവർ നോക്കിക്കൊള്ളും. നോ 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 നോ. നിന്റെ വിശ്വാസത്തിന്റെ പരിച നിന്റെ പാസ്റ്ററുടെ കയ്യിലും പ്രവാചകന്റെ കയ്യിലും കൊടുക്കല്ല. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചോളും, സ്തോത്രം. നിന്റെ വിശ്വാസത്തിന്റെ പരിച സ്തോത്രം നിന്റെ അമ്മയിലോ ഭാര്യയിലോ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കരുത്. എങ്കിൽ ഗോലിയാത്തിന്റെ അബദ്ധമായിരിക്കും നിനക്ക് സംഭവിക്കുന്നത്. ഗോലിയാത്ത് 2 ആയുധങ്ങളെ കയ്യിലെടുത്ത് തൻ്റെ കയ്യിലെ ഇരിക്കേണ്ട പരിചക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. പരിചക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ആരോ പ്രാർത്ഥനക്കാരിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് പോലെ, ആരോ ദൈവദാസന്മാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് പോലെ പരിചക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. വിശ്വാസം ഹാൻഡ് ഓവർ ചെയ്തു. വിശ്വാസം ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ദാവീദിൻ്റെ കല്ല് കടന്നു വന്നപ്പോൾ, ശത്രുവിൻ്റെ ആക്രമണം കടന്നു വന്നപ്പോൾ പരിച ചുമക്കുന്നവൻ അവൻ്റെ പാട്ടിൽ പോയി മല്ലൻ വീണു. ഇന്ന് പകൽക്കാലം വിശ്വാസം കൈമാറല്, വിശ്വാസം മുറുകെ പിടിക്കുക. വിശ്വാസം
വിശ്വാസം മുറുകെ പിടിക്കുക. യെശയ്യാ 7:11, മത്തായി 1:22, കൊലോസ്യർ 1:27, 1 യോഹന്നാൻ 5:4, അപ്പോസ്തല പ്രവൃത്തി 1:8, എബ്രായർ 1:14, സങ്കീർത്തനം 91:11. അതാണ് പുതിയ നിയമ വിശ്വാസി. അനേക പ്രാവശ്യം നീ കേട്ടിട്ടുണ്ട്, God is with you, Jesus is in you, Holy Spirit is upon you, angels are around you. Hallelujah. You are more than conqueror in Christ Jesus. അതേ, ദൈവം നിന്റെ കൂടെ, യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ ചുറ്റും. നീയോ ക്രിസ്തു യേശുവിന്റെ കൃപയാൽ പൂർണ്ണ ജയം പ്രാപിക്കുന്നവനത്രേ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവം സംശയത്തിൻ്റെ ദൈവമല്ല, ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല, ദൈവം അവിശ്വാസത്തിൻ്റെ ദൈവമല്ല. നീ ആരാധിക്കുന്ന കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്, അവൻ വിശ്വാസത്തിൻ്റെ ദൈവമാണ്. മാർക്കോസ് 11:22. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ശബ്ദമുയർത്തി പറഞ്ഞേ, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. മക്കളെ എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. സഹോദരന്മാർ മാത്രം പറഞ്ഞാട്ടെ, സഹോദരന്മാർ മാത്രം പറഞ്ഞാട്ടെ. കണ്ടപ്പോഴേ തോന്നി. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. സ്തോത്രം. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ സംശയം ഇല്ല. സ്തോത്രം. 2 കൊരിന്ത്യർ 4:6, റോമർ 4:17. ദൈവം എപ്പോഴോ അധരം തുറന്ന് പറഞ്ഞത്, ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അധരത്തിലൂടെ വെളിപ്പെടുമല്ലോ. ഒരുവന്റെ അധരം നോക്കിയാൽ ഹൃദയത്തിൽ വിശ്വാസം അറിയാം. ആരും സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാം. ഒരുത്തന്റെ ഹൃദയത്തിലെ വിശ്വാസം അറിയണമെങ്കിൽ അവന്റെ അധരത്തിലൂടെ വരുന്നതായ ശബ്ദം നോക്കിയാൽ മതി. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുന്നത്. സോ ദൈവത്തിന്റെ അധരത്തിലൂടെ വന്ന ശബ്ദം നോക്കുമ്പോൾ അത് അവിശ്വാസ ശബ്ദമല്ല, അത് അധികാര ശബ്ദമായിരുന്നു. അതിൽ സൃഷ്ടിപ്പാൻ ശക്തിയുണ്ടായിരുന്നു. വേദപുസ്തകം പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എല്ലാറ്റിനെ വിളിച്ചു വരുത്തി. വേദപുസ്തകം പറയുന്നു, ഇരുട്ടിനെ നോക്കി ദൈവം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം വിശ്വാസത്തിന്റെ ദൈവമാണ്. അവൻ കൽപ്പിച്ചു, അത് സ്ഥാപിതമായി. ഇന്ന് പകലും നീ പറയുമ്പോൾ നിന്നിലും നിന്റെ വീട്ടിലും അത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, പിതാവായ ദൈവം വിശ്വാസത്തിന്റെ ദൈവം എന്ന് പറയാലേ. എബ്രായർ 12:2, he is the author and finisher of faith. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്ന് മലയാള ബൈബിൾ പറയുന്നു. തമിഴ് ബൈബിൾ പറയുന്നു, അവന്റെ വിശ്വാസത്തെ തുവക്കുവരവ് മുടിപ്പവര്. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. വിശ്വാസത്തെ ആരംഭിക്കുന്നവനും യേശുവാണ്, വിശ്വാസത്തിന്റെ അവസാനവും യേശുവാണ്. അർത്ഥം, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആൽഫയും യേശുവാണ്, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഒമേഗയും യേശുവാണ്. കമാൻ. യേശുവിൽ അവിശ്വാസമില്ല, യേശുവിൽ കൺഫ്യൂഷൻ ഇല്ല. യേശു കർത്താവ് വിശ്വാസത്തിന്റെ ദൈവം. then what about the blessed Holy Spirit? പരിശുദ്ധാത്മാവിൽ നോക്കുമ്പോൾ ഗലാത്യ ലേഖനം 5:22-23 ആത്മാവിന്റെ 9 ഫലത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. 7ാമത്തെ ഫലം വിശ്വസ്തത. വിശ്വസ്തത എന്നത് മിക്കവാറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫെയ്ത്ത്ഫുൾനെസ്സിന് പകരം ഫെയ്ത്ത് എന്ന് എഴുതിയിരിക്കുന്നു. അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഫലമായി വെളിപ്പെടുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സംശയത്തിൻ്റെയും അവിശ്വാസിയുടെയും വ്യക്തി ആയിരിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ദൈവ പൈതൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ദൈവ പൈതൽ, ആത്മാവിൽ നടക്കുന്നവൻ, അവൻ നിശ്ചയമായും വിശ്വാസത്തിൽ നയിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് വിശ്വാസത്തിൻ്റെ പുസ്തകമാണ്. ഹലോ, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇത് വിശ്വാസത്തിൻ്റെ പുസ്തകമാണ്. കാരണം സ്തോത്രം. റോമർക്ക് ലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്ന. വിശ്വാസം വർദ്ധിക്കണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. ബാങ്കിൽ കോടികൾ കുന്നുകൂടുമ്പോഴല്ല നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നത്. എല്ലാം അനുകൂലമാകുമ്പോഴല്ല, എല്ലാ ബന്ധുക്കളും നിന്റെ ചുറ്റുമിരുന്ന് ഹോശന്ന പാടുമ്പോഴല്ല നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നത്. ജീവിതത്തിന്റെ അർദ്ധരാത്രിയിലും താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഈ പുസ്തകം തുറക്കുമ്പോൾ ഈ പുസ്തകം നിന്നോട് സംസാരിക്കും. ദൈവവചനമാണ് നിനക്ക് വിശ്വാസം നൽകി തരുന്നത്.
വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതേ വിശ്വാസികളുടെ പേര്, അതേ സ്തോത്രം, വിശ്വാസികളുടെ പേര്, സ്തോത്രം, സഭയുടെ പേര്, സഭയുടെ പേര് വിശ്വാസികൾ എന്നാണ്. സ്തോത്രം. സഭയുടെ പേര് വിശ്വാസികൾ എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 34 വരെ നിങ്ങൾ വായിക്കുമ്പോൾ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ചിനെ, യെരുശലേം ചർച്ചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. നോക്കിയേ, അപ്പോസ്തല പ്രവൃത്തി 4:32 മുതൽ താഴേക്ക്, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. എന്തോ കൂട്ടം പറഞ്ഞാട്ടെ? വിശ്വസിച്ചവരുടെ കൂട്ടം. ഒരിക്കൽ കൂടെ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്നും ആരും പറഞ്ഞില്ല. 33-ാം വാക്യം, സകലതും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അടുത്ത 34, മുട്ടുള്ളവർ ആരും അവനിൽ ഉണ്ടായിരുന്നില്ല. There was none lack anything. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ക്രൈസ്തന്റെ സെക്കൻഡ് സർവീസുകൾക്ക് മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്റെ സകല ലാക്കിനെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുകയാണ്. കൈയടിക്കുന്നേ, നന്നായി കൈയടിച്ചേ. ഹല്ലേലൂയ. ഇന്നത്തോടെ അയ്യോ എനിക്കതില്ല, എനിക്ക് മറ്റേതില്ല എന്നല്ല. പകരം ഓരോന്നിനെ നീ വിരൽ ചൂണ്ടി പറയും, ഇതെൻ്റെ അപ്പൻ തന്നതല്ല, ഇതെൻ്റെ അമ്മായിയപ്പൻ തന്നതല്ല, ഇതെൻ്റെ കുടുംബക്കാർ തന്നതല്ല. ലോകത്തിൻ്റെ പല വാതിലുകൾ അടഞ്ഞപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ എൻ്റെ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നു എന്ന് പറവാൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതുന്നു. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. എന്നാൽ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളായി നിങ്ങൾ ഞാൻ ജീവിക്കുന്നതായ സമയത്ത് മനസ്സിലാക്കണം. സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ വിശ്വാസത്തിന് ശോധനയുണ്ട്. ചില സന്ദർഭങ്ങളിൽ there is a time frame. സ്തോത്രം. ചില പ്രത്യേക സമയം, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, മേ ബി വർഷങ്ങളായിരിക്കാം. ഐ ഡോണ്ട് നോ. സ്തോത്രം. നിങ്ങളുടെ വാച്ചല്ല എൻ്റെ വാച്ച്, നിങ്ങളുടെ ടൈം പീസ് അല്ല എൻ്റെ ടൈം പീസ്. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തെ പോലെയല്ല എന്നെ ദൈവം വിളിച്ചത്, അതുപോലെയല്ല മറ്റൊരാളെ വിളിച്ചത്. പക്ഷെ വേദപുസ്തകം പറയുന്നു നമുക്കെല്ലാവർക്കും കോമൺലി കടന്നു പോകുവാൻ ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതേ ദൈവം നമ്മെ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഫിലദൽഫിയ സഭയ്ക്ക് ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ദൂത് പറയുകയാണ്. ഫിലദൽഫിയ സഭ, ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ ബ്രദർഹുഡ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഫിലദൽഫിയ സഭയെ നോക്കി കർത്താവ് ദൂത് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന്, ഭൂമിയിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ സഹായിക്കും. സ്തോത്രം. പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ സഹായിക്കും. നല്ല സഭയാണ് ഫിലദൽഫിയ സഭ. പക്ഷെ അവരെ നോക്കി പറയുന്നു അവർ ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷാകാലം. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പരീക്ഷാകാലം. അവർ ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷാകാലം. സ്തോത്രം. ഈ അവറിന് യേശു കർത്താവ് അധനം തുറന്ന് പറഞ്ഞത് നാഴിക എന്നാണ്. അവർ എന്നതിന്, അല്ലെങ്കിൽ സ്തോത്രം പരീക്ഷാകാലം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ അവർ എന്ന് തന്നെ സുവിശേഷ ഭാഗത്തും വെളിപ്പാടിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് പറഞ്ഞത് നാഴിക എന്നാണ്. നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ, നിങ്ങളുടെ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം മെഴുകല്ല, നിന്റെ വിശ്വാസം സ്വർണമെന്ന് തെളിയിപ്പാൻ. നിന്റെ വിശ്വാസം ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നിന്റെ വിശ്വാസം ജീവനുള്ളതെന്ന് തെളിയിപ്പാൻ. നിന്റെ വിശ്വാസം തോറ്റതല്ല, നിന്റെ വിശ്വാസം ഒറിജിനൽ എന്ന് തെളിയിപ്പാൻ കർത്താവ് ഒരു പരീക്ഷാ കാലം തന്നിട്ടുണ്ട്. എന്നാൽ ആ പരീക്ഷാ കാലത്തിൽ നീ മുടിഞ്ഞു പോകത്തില്ല. നോവേ, പരീക്ഷാകാലത്ത് നീ മുടിഞ്ഞു പോകത്തില്ല. മനുഷ്യർക്ക് എപ്പോഴും എന്തിനും സീസണാണ്. പക്ഷെ കർത്താവിന് അങ്ങനെയല്ല. കർത്താവിന് എല്ലാറ്റിനും ഒരു സീസണുണ്ട്. ആ സീസണിലെ അവൻ ചലിക്കത്തുള്ളൂ. തുറച്ചു നോക്കല്ലേ, കർത്താവ് ചലിക്കുന്ന സീസണാണിത്. ചേർന്ന് ചലിച്ചോളാം. ഓ, കേട്ടില്ല. കർത്താവ് ചലിക്കുന്ന സീസണാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ചേർന്ന് ചലിച്ചോളാം. പെട്ടെന്ന് പറ.
ചേർന്ന് ചലിച്ചോളാം. അനേക വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ഇത് ദൈവത്തിൻ്റെ ടൈമാണ്. ചേർന്ന് പ്രാർത്ഥിച്ചോളാം, ചേർന്ന് ഉപവസിച്ചോളാം, ചേർന്ന് ചലിച്ചോളാം. ഈ അവസരം പിന്നെ കിട്ടത്തില്ല. അവസരം പാഴാക്കല്ല. കർത്താവ് ചലിക്കുന്ന ടൈമാണിത്. ഹല്ലേലൂയ. യോഹന്നാൻ 2:4 അമ്മ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, അത് എന്തേലും ചെയ്യണം, വീഞ്ഞ് തീർന്നു പോയി. എന്തേലും വന്ന് ചെയ്യണം, വീഞ്ഞ് തീർന്നു പോയി. പക്ഷെ കർത്താവ് മറിയെ നോക്കി, മാമി മാമി എന്ന് യേശു മറിയെ ഒരിക്കലും വിളിച്ചില്ല. യേശു ഒരിക്കലും മാമി എന്ന് വിളിച്ചില്ലെങ്കിൽ നീ എന്തിനാണ് അമ്മേ എന്ന് നീ വിളിക്കുന്നത്? കർത്താവ് പറഞ്ഞു, സ്തോത്രം, സ്ത്രീയെ, ബാക്കി പറ, എൻ്റെ നാഴിക വന്നിട്ടില്ല, എൻ്റെ സോയെ ടൈം വന്നിട്ടില്ല. നിനക്കെപ്പോഴും ബയസാണ്. ഗ്രീക്കിൽ പറഞ്ഞാൽ ബയസാണ്. ലോകത്തിൻ്റെ ടൈം ബയസാണ്. എന്നാൽ കർത്താവിൻ്റെ സമയം സോയയാണ്. കർത്താവ് ചലിക്കുന്നത് ബയസിലല്ല, കർത്താവ് ചലിക്കുന്നത് സോയലാണ്. ഞാൻ കെട്ടിയിരിക്കുന്നത് ബയസാണ്. നിന്റെ കലണ്ടറിൽ തൂങ്ങുന്നത് ബയസാണ്. സൂര്യൻ ഉദിച്ചത് ബയസിലാണ്, ചന്ദ്രൻ പ്രകാശിക്കുന്നത് ബയസിലാണ്. എന്നാൽ ദൈവം ചലിക്കുന്നത് സോയയിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ടൈറ്റനും സിറ്റിസനും റാഡോയും ഒമേഗയും റോളക്സും വാച്ചിൻ്റെ പേരാണ്. സ്തോത്രം. ഇതെല്ലാം ബയസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മിൽ ചലിക്കുന്നത് സോയയിലാണ്. വല്ലോ മനസ്സിലായോ? നാച്ചുറൽ ടൈം തോൽക്കുന്നു, സ്വർഗീയ ടൈം ജയിക്കുന്നത്. ഹല്ലേലൂയ. നാച്ചുറൽ ടൈം തോൽക്കുന്നു, അവിടെ സ്വർഗീയ ടൈം ജയിക്കുന്നു. 99 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പിന്നെ നിന്റെ ചത്ത് കിടക്കുന്ന അവയവങ്ങളെ ഇന്ന് ഞാൻ ജീവിക്കാൻ വേണ്ടി പോവാ. ഓടി 99 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ ഓടി ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹണി, ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ കർത്താവിനെ കണ്ട്. കർത്താവ് പറഞ്ഞു, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കത്തില്ല. ഒരിക്കൽ കൂടെ, അടുത്ത വർഷം നമ്മുടെ വർഷം. എഴുതിയെടുക്കുന്നവർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുക്ക. നീ പൊട്ടിക്കരഞ്ഞതിന് പകരം പൊട്ടിച്ചിരിക്കുന്ന ഒത്തിരി പതിറ്റാണ്ടുകൾ ദൈവം നിന്റെ മുൻപിൽ നൽകുവാൻ പോകുന്നു. ആ കൂടാരമെന്ന് ചലിച്ച് ദൈവത്തിന്റെ മഹത്വം അബ്രഹാമിൽ നിന്നും സാറയിൽ നിന്നും വെളിപ്പെട്ടു. അതിനർത്ഥം, സ്തോത്രം, 99 വർഷം വരെ അബ്രഹാമിന് വയസ്സായിരുന്നെങ്കിൽ അന്ന് സോയയിലേക്ക് അവൻ പ്രവേശിച്ചു. യേശുവിന്റെ നാമത്തിൽ ഈ ഡിസംബർ മാസത്തിൽ ഇതുവരെ കയറിയിട്ടില്ലാത്ത മറ്റൊരു സീസണിലേക്ക് take it. ആഹാ, ഇതുവരെ കയറിയിട്ടില്ലാത്ത മറ്റൊരു സീസണിലേക്ക് നീ പ്രവേശിക്കട്ടെ. കാരണം നീ ദൈവത്തിന്റെ പ്ലാനാണ്. ഒരിക്കൽ കൂടെ, നീ ദൈവത്തിന്റെ പ്ലാനാണ്. നീ കോ ഇൻസിഡന്റ് അല്ല. വീട്ടുകാർക്ക് നിന്നെ വേണ്ടായിരിക്കാം, അപ്പന് നീ തലവേദനയായിരിക്കാം, അമ്മയ്ക്ക് നീ വേസ്റ്റ് ആയിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ കുനിഞ്ഞു നോക്കി പറയുന്നു, നീ എൻ്റെ പർപ്പസ് ആണ്. കേട്ടോ, ഏറ്റെടുത്തോ, വിശ്വസിച്ചോ. രണ്ടുപേരെ തൊട്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചുമക്കുന്നതെങ്കിൽ നിന്നെ തടയാനും തകർക്കാനും ആർക്കും കഴിയത്തില്ല. ഒരു ആക്സിഡന്റിന്, ഒരു രോഗത്തിന്, ഒരു കൂടോത്രത്തിന്, ഒരു പൂജാരിക്ക്, ഒരു അകത്തുള്ളവന് പുറത്തുള്ളവന്, അടുത്ത് നിൽക്കുന്നവൻ അകന്ന് നിൽക്കുന്നവന് നോവേ. ഹെരോദാവിന്റെ വാളുണ്ടായിരുന്നു, 100 കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ലൂക്കോസ് 4:16 മുതൽ 30 വരെ നാസറേത്തിലുള്ളവർ ആ മലയുടെ ചരിവിൽ നിന്നവനെ താഴെ എറിവാൻ വേണ്ടി നോക്കി. പക്ഷെ എറിവാൻ നോക്കിയവരുടെ നടുവിലൂടെ അവൻ നടന്നുപോയി.
അങ്ങ് പ്രസംഗം തുടങ്ങി. സ്തോത്രം. മാർക്കോസ് 5 പറഞ്ഞു, കാറ്റടിച്ചു, തിരമാല പൊങ്ങി. അപ്പോൾ ഉറങ്ങിക്കിടന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ ആ ബോട്ടിന് മുക്കാതെ. പക്ഷെ കാറ്റടിച്ച് തിരമാല പൊങ്ങി. ആരാണ്ട് ഇപ്പോൾ ഉറങ്ങിയിരുന്നവർ കണ്ണു തുറന്നതുപോലെ എഴുന്നേറ്റ്, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക. കാത്തിരിപ്പിയോത്തിന് പെന്തിക്കോസ് ഉപദേശി ഉച്ച സ്ഥായിൽ പറഞ്ഞതുപോലെ അല്ല, അതൊക്കെ പറഞ്ഞാണ്. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക. കാരണം എൻ്റെ വായിലൂടെ വെളിപ്പെടുന്ന ബെർണാഡ് അങ്കോമ ഭൂതത്തെ പുറത്താക്കുന്ന കണ്ടിട്ടുണ്ടോ? ബബായ് ബബായ്, ഭൂതം പോവും. എംപ്റ്റി വെസൽസ് വിൽ മേക്ക് മോർ നോയ്സ്. ആരും കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ഒഴിഞ്ഞ പാത്രങ്ങൾ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുമെന്ന്. സ്തോത്രം. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഡെറി പ്രിൻസിൻ്റെ ഒരു പുൽപ്പറ്റിൻ്റെ ചുറ്റും അദ്ദേഹം ഇങ്ങനെ 2 മിനിറ്റ് അന്യഭാഷ പറഞ്ഞിട്ട് 2 കരങ്ങൾ നീട്ടി, Satan, demons, come out in the name of Jesus. That's all. 300-400 പേരിൽ നിന്ന് at a time ഭൂതമല്ലറി പുറത്തു വരും. എന്തോ അപരാധം പറഞ്ഞ പോലെ എന്തിനാ ക്രൈസ്തവരെ ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നത്? ഞാൻ പറയട്ടെ, സ്തോത്രം. എന്നെപ്പോലെ വലിയ വായിൽ ശബ്ദം ഉണ്ടാക്കുന്നെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കുറവാണ്. പക്ഷേ യേശു പറഞ്ഞാണ്, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക. Peace be still, peace be still, peace be still, peace be still. പടനേരമല്ല, ദൂത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്തോത്രം. കാറ്റിനും തിരമാലയ്ക്കും അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. ലോക്കൽ രാജാക്കന്മാർ എഴുന്നേറ്റു, അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ 8:20 പറയുന്നു, അവൻ്റെ നാഴിക വന്നിട്ടില്ലായിക്കൊണ്ട്, ഞാൻ പറയുന്ന പരീക്ഷയുടെ നാഴിക, അവൻ്റെ നാഴിക വന്നിട്ടില്ലായിക്കൊണ്ട് ആർക്കും അവൻ്റെ മേൽ കൈവയ്ക്കാൻ കഴിഞ്ഞില്ല. നിന്റെ നാഴിക വരാത്തത് കൊണ്ടാണ്. നിന്റെ നാഴിക വരാത്തത് കൊണ്ടാണ് തൈക്കാട് ശാന്തി കവാടത്തിൽ നീ കയറാതെ ദൈവിക ശാന്തിയിൽ നീ ആയിരിക്കുന്നത്. അവർ നോക്കിയതാണ്, ഭൂതങ്ങൾ ശ്രമിച്ചതാണ്, മനുഷ്യർ തകർക്കാൻ നോക്കിയതാണ്. പക്ഷേ സമയം വന്നിട്ടേ ഇല്ല. അവന് മനസ്സിലായി, സ്തോത്രം, ഈ ടൈമല്ല കേട്ടോ. കലണ്ടറിൽ തൂങ്ങുന്ന ആ ടൈമല്ല, പൂജാരിയുടെ ടൈമല്ല, അമാവാസിയുടെ ടൈമല്ല, കാർത്തികയുടെ ടൈമല്ല, മകയിരത്തിൻ്റെ ചങ്ങലയല്ല. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ജാതകങ്ങൾ എഴുതിയിരിക്കുന്ന സകല ശാപത്തിൻ്റെ ചങ്ങലകളും ടൈമും യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം ഒടക്കപ്പെടുകയാണ്, ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. വാ തുറന്ന് ശാസിക്കുഞ്ഞേ, വാ തുറന്ന് പൊട്ടിക്കും മക്കളെ. ലൂസിഫറിന്റെ ലവ് ലെറ്റർ ആകുന്നതായ ജാതകത്തെ ക്യാൻസൽ ചെയ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രാജാക്കന്മാർ നോക്കിയതാ, സ്തോത്രം, തിരമാലകൾ നോക്കിയതാ, ഭൂതങ്ങൾ നോക്കിയതാ, നാട്ടുകാർ നോക്കിയതാ, ആര് നോക്കിയിട്ടും പറ്റിയില്ല. പക്ഷേ യോഹന്നാൻ 12:3 പ്രാവശ്യം അവൻ പറഞ്ഞു, ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു, ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു. അതിനർത്ഥം സ്തോത്രം, അവൻ വാച്ച് നോക്കിയല്ല കാര്യങ്ങൾ ചെയ്തത്, സമയം നോക്കിയല്ല കാര്യം ചെയ്തത്, സമയം അവനെ നോക്കിയിട്ടാണ്. ഓ കമാറി, എനിക്കത് ഇഷ്ടപ്പെട്ടു. സമയം അവനെ നോക്കിയിട്ട്. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ഓർഡർ ഉണ്ടല്ലോ, നിൻ്റെ ഉടമസ്ഥൻ ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്നു, അമാവാസിയും പൗർണമാസിയും സ്തോത്രം രാഗുവും കേതുവെന്നും നിൻ്റെ 7 അയലത്ത് വരത്തില്ല. ഓ കമാർ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കാരണം സമയം അവനെ നോക്കി ചലിക്കുന്നത്. നിനക്കൊരു പരീക്ഷാ കാലമുണ്ടോ കുട്ടി? നിനക്കൊരു പരീക്ഷാ കാലമുണ്ടെങ്കിൽ ആ പരീക്ഷാ കാലത്തെ ജയിച്ച് മറ്റൊരു സീസണിലേക്ക് നീ പ്രവേശിപ്പാൻ പോകുകയാണ്. എന്നും കണ്ണുനീരല്ല, എന്നും പ്രശ്നമല്ല, എന്നും രോഗങ്ങളല്ല, എന്നും മരുന്ന് കുപ്പിയല്ല, എന്നും സ്ട്രോങ് മെഡിക്കേഷൻ അല്ല. പരീക്ഷാകാലം, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ ഇന്ന് പകൽ ഇപ്രകാരം പറയട്ടെ, നിന്റെ പ്രോബ്ലത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ദൈവം നിയമിച്ചിരിക്കുന്നു. ആഹാ 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 ആഹാ, നിന്റെ പ്രശ്നത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് കർത്താവ് നിയമിച്ചിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഈ പരീക്ഷകളെ നിങ്ങൾ നോക്കുമ്പോൾ ഇനി 3 പദങ്ങളാണ് വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്: ടെസ്റ്റ്, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ.
ടെസ്റ്റ്, ട്രയൽ, ടെംപ്ടേഷൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ടെസ്റ്റ്, ട്രയൽ, ടെംപ്ടേഷൻ. ടെസ്റ്റ് ആകട്ടെ, ട്രയൽ ആകട്ടെ, ടെംപ്ടേഷൻ ആകട്ടെ, ഇത് കഴിഞ്ഞിട്ട് നിനക്കൊരു പ്രൊമോഷനുണ്ട്. ഹലോ ഹലോ ഹലോ, ആർക്കും വേണ്ടേ? ഇത് പ്രൊമോഷൻ എന്ന് പ്രൊമോഷൻ എന്ന മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ പ്രോഗ്രസും പ്രൊമോഷനും കാണുവാൻ പോകുകയാണ്. സഹോദരന്മാർ, സഹോദരിമാർ, നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ പ്രോഗ്രസും പ്രൊമോഷനും കാണുവാൻ വേണ്ടി പോകുകയാണ്. ഇത് കുഴിയിലോട്ട് ഇറങ്ങുന്ന കാലമല്ല, ഇത് മഹത്വത്തിലേക്ക് മേലേക്ക് കയറുന്ന ദിവസങ്ങളാണ്. ഏത് പുസ്തകം പറയുന്നു? മർക്കോസ് 1, ലൂക്കോസ് 4, മത്തായി 4. യേശു കർത്താവിൻ്റെ അടുക്കൽ അവനെ പരീക്ഷിപ്പാൻ പരീക്ഷകൻ വന്നു. ആ പരീക്ഷയെ യേശു ജയിച്ചു. സ്തോത്രം. ജയിക്കണം. കോംപ്രമൈസ് ചെയ്യല്ല, തണുക്കല്ല, ജയിച്ചേ പറ്റത്തുള്ളൂ. 3 പേരെ നോക്കി ഉച്ചസ്ഥായിയിൽ ശക്തിയോടെ വിളിച്ചു പറഞ്ഞ് ജയിച്ചേ പറ്റത്തുള്ളൂ. പറ 3 പേരെ എണ്ണാൻ പോലും അറിയത്തില്ല. സ്തോത്രം. ജയിച്ചേ പറ്റത്തുള്ളൂ. ഒത്തിരി പേർ തോറ്റ ലോകത്താണ് നീ ജീവിക്കുന്നത്. പക്ഷേ ആ തോൽവിയുടെ ലിസ്റ്റിൽ നിന്റെ പേര് ഇല്ല. ആ ജയിച്ചവരുടെ ലിസ്റ്റിൽ നിന്റെ പേര് കർത്താവ് സ്തോത്രം എഴുതി ചേർക്കുന്നു. ജയിച്ചേ പറ്റത്തുള്ളൂ. നിന്നെക്കാൾ താലന്തുള്ളവർ, കഴിവുള്ളവർ, സ്വാധീനമുള്ളവർ തോറ്റു എങ്കിൽ നീ ജയിക്കുകയല്ല, കൃപ തന്ന് ദൈവം നിന്നെ ജയിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് മരുഭൂമിയിൽ പരീക്ഷയെ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ 3.5 വർഷത്തിൻ്റെ ജയത്തിൻ്റെ ശുശ്രൂഷ കർത്താവിൽ വെളിപ്പെട്ടു. അർത്ഥം, പരീക്ഷയ്ക്ക് ശേഷം ഒരു ജയമുണ്ട്, പരീക്ഷയ്ക്ക് ശേഷം ഒരു പ്രൊമോഷനുണ്ട്. സ്തോത്രം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. സത്താൻ നിന്നെ ഗോതമ്പിനെ പോലെ പാറ്റുവാൻ നോക്കുക. മാത്രം ആ അർത്ഥം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലം പിടിച്ച് നടക്കുന്ന പത്രോസേ, നിന്നെ പാറ്റുവാൻ സാത്താൻ നോക്കും. നിനക്കൊരു ടെസ്റ്റിംഗ് ടൈം ഉണ്ട്. പക്ഷേ ആ ടെസ്റ്റ് നീ ജയിച്ചേ പറ്റത്തുള്ളൂ. അഭിഷിക്തനെ, താലന്തുള്ളവനെ, കൃപയുള്ളവനെ, ആരേലും അങ്ങനെയുള്ളവർ എന്നെ കേൾക്കുന്നെങ്കിൽ സാത്താൻ നിന്നെ പാറ്റം നോക്കും. സ്തോത്രം. താക്കോല് പോകല്ല്, ജീവൻ പോയാലും ദൈവം തന്നിട്ടുള്ള നിയോഗം പോകല്ല്. എത്ര പേർ കേട്ടു? ജീവൻ പോയാലും നിയോഗം പോകല്ല്. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ കരിസ്മാറ്റിക് പ്രീച്ചറായി സ്തോത്രം പത്രോസ് ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പെട്ടത്. അർത്ഥം, ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ യേശുവിന് ശുശ്രൂഷ, ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന് ഒരു ശുശ്രൂഷ, വീണ്ടും ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ യേശുവിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ, ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ നിനക്കും ഒരു ടെസ്റ്റ് ഉണ്ട്. ആരോ ടെസ്റ്റിലൂടെ പോകുന്നു. വ്യക്തിയായി ആരോ പോകുന്നു, കുടുംബമായി ആരോ പോകുന്നു. പക്ഷെ എന്നും കരകാണാതെ അലയുന്നതായ ഒരു ജീവിതം അല്ല. എത്തിയിട്ടില്ലാത്ത ഷോറിൽ, എത്തിയിട്ടില്ലാത്തതായ കരയിൽ ദൈവകൃപയാൽ ജയത്തിന്മേൽ ജയമായി ദൈവം നിന്നെ എത്തിപ്പാൻ വേണ്ടി പോകുന്ന ടെസ്റ്റ്, ട്രയൽസ്, ടെംപ്ടേഷൻ. ടെസ്റ്റിലേക്ക് നോക്കാം. സ്തോത്രം. പരീക്ഷ, സ്തോത്രം. ശോധന, പ്രലോഭനങ്ങൾ. ടെസ്റ്റ്, ട്രയൽസ്, ടെംപ്ടേഷൻ. പരീക്ഷ, ശോധന, പ്രലോഭനങ്ങൾ. 3 പദങ്ങൾ. പരീക്ഷ, ശോധന, പ്രലോഭനങ്ങൾ. ടെസ്റ്റ്, ട്രയൽസ്, ടെംപ്ടേഷൻസ്. ആർക്കാണ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് നോക്കി ദൈവം പറയുകയാണ്, ആംപ്ലിഫൈഡ് വേർഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. And after that God tested and proved Abraham. And after that God tested and proved Abraham. ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്ത് അങ്ങ് തെളിയിച്ചു. ഒരിക്കൽ കൂടെ, ദൈവം അബ്രഹാമിനെ സ്തോത്രം അതെ ടെസ്റ്റ് ചെയ്ത് തെളിയിച്ചു. നിങ്ങൾക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. സ്തോത്രം. ഒത്തിരി പ്രാസംഗികന്മാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അവന്മാരെല്ലാം എൻ്റെ പ്രസംഗം ഏത് വിധേനയും വെള്ളത്തിലാക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യവന്മാരെല്ലാം എന്നെക്കാൾ ശക്തരായി പ്രസംഗിക്കാൻ പോവുകയാണ്. Hallelujah. And after that God tested and proved Abraham. സ്തോത്രം. You know that Sunday school story. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനാകുന്ന ഇസഹാക്കിനെ, take up your lad and go to the Mount Moriah and make him as a burnt offering. അവനെ ഹോമയാഗം കഴിക്കുക. അബ്രഹാം സ്തോത്രം മല കയറി. സാത്താൻ സ്തോത്രം മറുവശത്ത് വാദിച്ചു, നിന്റെ വാഗ്ദത്തത്തെ ഞാൻ ചാരമാകും, നിന്റെ വാഗ്ദത്തത്തെ ഞാൻ ചാരമാകും, നിന്റെ ഇസഹാക്ക് ഇന്ന് ചാരമാകും.
പക്ഷേ ആ ടെസ്റ്റിൻ്റെ നടുവിൽ അബ്രഹാം സംശയം പറഞ്ഞില്ല, അവിശ്വാസം പറഞ്ഞില്ല. അബ്രഹാം തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, യു സ്റ്റേ ഹിയർ, യു സ്റ്റേ ഹിയർ, myself and the lad, let us go further and worship the Lord, we will come back. ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിഞ്ഞ് ഞാൻ ചിതാഭസ്മം ചുമ്മിക്കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്, ഞാൻ മാത്രം വരും എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ മടങ്ങി വരും. എനിക്കൊരു തിരിച്ചുവരവുണ്ടടാ പിശാചേ, എനിക്കൊരു തിരിച്ചുവരവുണ്ട്. നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിനക്കൊരു തിരിച്ചുവരവുണ്ട്. കമോൺ, നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ നിനക്കൊരു തിരിച്ചുവരവ് ഈ ഡിസംബറിലുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്. നിനക്കൊരു ഭയങ്കര തിരിച്ചുവരവുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. അതിൻ്റെ പേരാണ് പരീക്ഷ. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ പതറല്, പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ബുദ്ധിയിൽ തോന്നുന്നത് പറയല്. ബുദ്ധിയെ ഓഫ് ചെയ്യ്, ആത്മാവിനെ ഓൺ ചെയ്യ്. ഓ ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഓ പാരഗ്രാഫ് ആയിട്ടല്ല, പുസ്തകമായി. എന്തോ ഞാൻ പറഞ്ഞേ, പാരഗ്രാഫ് അല്ല, പുസ്തകമായി. സ്തോത്രം. അതേ ദൈവവചനം വായിക്ക്. പല ഹോട്ടൽ റൂമുകളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബൈബിളിനെ കെട്ടിപ്പിടിച്ച്, ഈ പട്ടണത്തിലും വിവിധ പട്ടണങ്ങൾ ഉറങ്ങുന്നവനാണ് ഞാൻ. ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് അനുഭവിക്കാനുള്ളതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. അവൻ പറഞ്ഞത് ഞാൻ മടങ്ങി വരും. ദൈവവചനം പറഞ്ഞാട്ടെ, സാഹചര്യത്തെ എതിർത്ത് ദൈവവചനം പറഞ്ഞാട്ടെ. വെല്ലുവിളിക്കുന്ന വിശ്വാസം, the challenging faith, വെല്ലുവിളിക്കുന്ന വിശ്വാസം. രോഗത്തെ എതിർത്ത് പറഞ്ഞാട്ടെ, മെഡിക്കൽ റിപ്പോർട്ടുകൾ എതിർത്ത് പറഞ്ഞാട്ടെ. അടുത്ത പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നിന്റെ ഡയബറ്റിക് അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാട്ടെ, നിന്റെ കൊളസ്ട്രോൾ ലെവൽ നോർമലാകുമെന്ന് പറഞ്ഞാട്ടെ, അവൻ്റെ ആടി പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഈ കുസൃതി കുടുക്കകളെ, ഈ പിള്ളേരെ പിടിച്ചു വെച്ച് കൈവച്ച് പറ, ഇവൻ സ്കൂൾ ഫസ്റ്റായി പാസ്സാകാൻ പോകുന്നെന്ന് പറഞ്ഞാട്ടെ. ആ പിള്ളേരെ പിടിച്ചു വെച്ച് പറ, കൃപയിലും കൃപാവരങ്ങളിലും എൻ്റെ പിള്ളേർ ചെറുപ്രായത്തിൽ ജ്വലിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ ഒഴിഞ്ഞ പേഴ്സിനെയും ഒഴിഞ്ഞ അലമാരയും നോക്കി ആകാശത്തിന് കിളിവാതുകൾ തുറന്ന സ്ഥലം പോരാതെ വണ്ണം ദൈവം എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ അതിരുകളെ വിശാലമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി 30 മിനിറ്റ് 30 സെക്കൻഡ് കരങ്ങളടിച്ച് ജനം ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 22-ാം അധ്യായത്തിലെ ആ പരീക്ഷ ജയിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിക്കുക, ഐശ്വര്യമായി അനുഗ്രഹിക്കുക. അർത്ഥം, അതിരില്ലാതെ വേണം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അബ്രഹാമിനെ നോക്കി ദൈവം ആദ്യം പറഞ്ഞു, ഞാൻ ഒരു കുഞ്ഞിനെ നിനക്ക് തരാം, ഒരു കുഞ്ഞിനെ നിനക്ക് തരാം. രണ്ടാമത് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം. എന്നാൽ സ്തോത്രം, മൂന്നാമത് ദൈവം പറഞ്ഞത്, ഒരു കുഞ്ഞിനെ തരും, ഒരു ജാതിയാക്കുമെന്നല്ല, അനേക രാജ്യങ്ങൾ നിന്നിലൂടെ പുറപ്പെടും, അനേക ജാതികൾ നിന്നിലൂടെ പുറപ്പെടും. ഓരോ ടെസ്റ്റ് പാസ്സാക്കുന്നതനുസരിച്ച് പല പരീക്ഷകളിലൂടെ പോയവരെ, പല ദുഃഖങ്ങൾ കണ്ടവരെ, പല ആവർത്തി നിലവിളിച്ചവരെ, ഓരോ പരീക്ഷകൾ ജയിച്ച് മുന്നേറുന്നതനുസരിച്ച് ഓരോ വെന്യൂ ദൈവം അവന് വേണ്ടി തുറന്നു നൽകി. വേറെ ആരെങ്കിലും പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ ചാടി എഴുന്നേറ്റ് ഈ കസേര പൊട്ടിച്ച് ആരാധിച്ചേനെ. ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കണമെങ്കിൽ ഭയങ്കര കഴിവ് വേണം, ഭയങ്കര തൊലിക്കെട്ടി വേണം. ഇതൊക്കെ കേട്ടിട്ട് ആദ്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഒരു കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം. രണ്ടാമത് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു ജാതിയാക്കാം. എന്നാൽ സ്തോത്രം, മൂന്നാമത് ദൈവം പറഞ്ഞത്, അതെ, പല ജാതികളെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും. ഒടുവിലായി ദൈവം പറഞ്ഞത്, ഭൂമിയിലെ സകല ജാതികൾക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കുക. യെസ് 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 ഭൂമിയിലെ സകല ജാതികൾക്ക് നീ ഒരു അനുഗ്രഹമായിരിക്കുക. വിശ്വസിക്ക്, വിശ്വസിക്ക്. ഒന്ന് കൈയടിക്ക്,
ഒന്ന് കൈയടിക്ക്. നന്നാകട്ടെ, നന്നാകട്ടെ. ഭൂമിയിലെ സകല ജാതികളും നീ അനുഗ്രഹിക്കുക. അർത്ഥം അതിരുകളില്ലാത്ത അവകാശം, അതിരുകളില്ലാത്ത ശുശ്രൂഷ, അതിരുകളില്ലാത്ത അഭിഷേകം ആർക്ക് വേണം? ആരോടോ ഇന്ന് പകൽക്കാലം ഞാൻ പ്രവചിക്കട്ടെ, കത്തോലിക്കം തുടങ്ങി പെന്തിക്കോസ് വരെ നിന്റെ ശബ്ദം ഒരു സ്പെഷ്യൽ വോയിസ് ആയി, ഒരു പ്രത്യേക ശബ്ദമായി ഈ കാലഘട്ടത്തിൽ കർത്താവ് തീർക്കുവാൻ പോകുകയാണ്. ശോധനയുണ്ടോ കുഞ്ഞേ? ജയമുണ്ട്. എത്രത്തോളം ശോധനയുണ്ടോ? ദൈവം ആർക്കും കടക്കാരനല്ല. രണ്ടുപേരെ തൊട്ട് പറ, എൻ്റെ ആദർ വിശാലമാകുകയാണ്. പറഞ്ഞാട്ടെ, എൻ്റെ ആദർ വിശാലമാകട്ടെ. ചാലഞ്ചിങ് ഫെയ്ത്ത്, വെല്ലുവിളിക്കുന്ന വിശ്വാസം. എൻ്റെ ആദർ വിശാലമാകുകയാണ്. രണ്ടാമത്തെ ടേമാണ് ശോധന. ശോധന, സ്തോത്രം. അവൻ എന്നെ ശോധന ചെയ്താൽ, ഒരുത്തൻ പറയുകയാണ്, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ കരിക്കട്ട പോലെ ജീവിക്കുമെന്നല്ല, അവൻ എന്നെ ശോധന ചെയ്താൽ പറ 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 ബാക്കി, ഞാൻ പൊന്നുപോലെ 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 ചെത്തി ഷൈൻ ചെയ്ത്, ഓ കമാൻ, ഞാൻ പൊന്നുപോലെ പുറത്തു വരാം. ശോധനയിൽ നിന്ന് പുറത്തു വരും. തുറക്കട്ടെ, തുറക്കട്ടെ. ഇന്ന് പകൽ പ്രവചിക്കുകയാണ്. എന്നും വേദനകളല്ല, എന്നും പോരുകളല്ല. ഒരു എൻട്രി നീ കണ്ടെങ്കിൽ ഒരു എക്സിറ്റും എന്ന് പകൽ സ്വർഗം കൽപ്പിക്കുന്നു. ഒരു എൻട്രി നീ കണ്ടെങ്കിൽ, ശോധനയിൽ കയറുന്ന ഒരു എൻട്രി കണ്ടെങ്കിൽ, ഇൻ ജീസസ് നെയിം ഒരു എക്സിറ്റ്. പുറത്തിറങ്ങട്ടെ, പുറത്തിറങ്ങട്ടെ. ശോധനകളെ ജയിച്ച്, സ്തോത്രം, വ്യക്തികൾ, കുടുംബങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. ആമേൻ. എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. 23:10 ഇയ്യോബാണ് കക്ഷി. ഇയ്യോബ് പറയുകയാണ്, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരാം. ഇയ്യോബിനെ നോക്കി 3 നല്ല കാര്യം ദൈവം പറഞ്ഞപ്പോൾ, മറുവശത്ത് പ്രതിപക്ഷം, സ്തോത്രം, പിശാച് 3 തിന്മയും പറഞ്ഞു. ഓ, എപ്പോഴാണ് ദൈവം നിന്നെ നോക്കി ഒരു നല്ല കാര്യം ദൂതായി, പ്രവചനമായി, വെളിപ്പാടായി പറയുന്നത്? വല്ലേ ഭേഷ് നല്ല ഇരിക്കുന്നു, ഓ കൈകൊട്ടി ആഘോഷിക്കാമെന്ന് പറഞ്ഞ ലൂസിഫറും കുട്ടിച്ചാത്തന്മാരും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. നിനക്ക് 10 കോടിയുടെ വാഗ്ദത്തമുണ്ടെങ്കിൽ മറുവശത്ത് 10 കോടിയുടെ പോരാട്ടവും സാത്താൻ ഒരുക്കും. പക്ഷെ ധൈര്യമായിരിക്കും, സാത്താൻ തോൽക്കും, യേശു തിരുവനന്തപുരത്ത് ജയിക്കും. ആമേൻ. ഹല്ലേലൂയ. ഭയം പോകട്ടെ, നിരാശ പോകട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം തിരിച്ചടി പുസ്തകമല്ല, ജയത്തിൻ്റെ പുസ്തകമാണ്. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് മറ്റവരല്ല പറയേണ്ടത്, സഭയാ പറയേണ്ടത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാ പറയേണ്ടത്. 3 നല്ല കാര്യം, സ്തോത്രം, ദൈവം പറഞ്ഞപ്പോൾ മറുവശത്ത് 3 തിന്മ സാത്താൻ ഇയ്യോബിനെതിരെ പറഞ്ഞു. 3ന്റെ കോമ്പിനേഷൻ, സ്തോത്രം. 3 നല്ല കാര്യം ദൈവം പറഞ്ഞു, സാത്താൻ 3 തിന്മകൾ പറഞ്ഞു. 3 സ്നേഹിതർ അവനെ കുത്തിവേദനിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന. പക്ഷേ അപ്പോഴും അവൻ പറഞ്ഞു 13:15, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുക. ഈ ശോധനയുടെ നടുവിൽ എൻ്റെ കർത്താവിലേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുക. ഓ, എൻ്റെ പ്രാർത്ഥന കുറയത്തില്ലെന്ന് ആരോ പറയുന്നു, എൻ്റെ വിശ്വാസം തണുക്കത്തില്ലെന്ന് ആരോ പറയുന്നു. ഞാൻ കാത്തിരിക്കുന്നത് ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി. കാരണം യഹോവേ, നിന്നെ കാത്തിരിക്കുന്നവൻ തിരുവനന്തപുരത്ത് ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾ ഏത് പട്ടണത്തിലാണ്? ടൈപ്പ് ചെയ്ത് വിട്. കൊച്ചിയാണോ, ന്യൂയോർക്കാണോ, ലോസ് ഏഞ്ചലസ് ആണോ, സിംഗപ്പൂരാണോ, ഓസ്ട്രേലിയ ആണോ? ടൈപ്പ് ചെയ്ത് വിട്. ഏത് പട്ടണത്തിലാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് പറയുന്നു, യഹോവേ, നിന്നെ കാത്തിരിക്കുന്നവർ തിരുവനന്തപുരത്ത് ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ശോധനയെ ജയിച്ചു. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ശോധനയെ ജയിക്കുക, ശോധനയെ ജയിക്കുക. 3ാമത്, സ്തോത്രം, പ്രലോഭനങ്ങൾ, ടെംപ്റ്റേഷൻസ്. അബ്രഹാമിൻ്റെ ടെസ്റ്റ്, ഇയ്യോബിൻ്റെ ട്രയൽസ്, ജീസസിൻ്റെ ടെംപ്റ്റേഷൻ. മർക്കോസ് 1, ലൂക്കോസ് 4, മത്തായി 4. സ്തോത്രം. സാത്താൻ പരീക്ഷകൻ വന്ന് വചന ജനമായി തീർന്ന ദൈവപുത്രനോട്, സ്തോത്രം, അതേ
ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കുന്നു. ഏത് ക്വസ്റ്റ്യൻ? സ്തോത്രം, ഏതേൻ തോട്ടത്തിൽ കേട്ട അതേ ചോദ്യം. തല തകരുന്നതിന് മുൻപേ അവൻ വന്നു കുത്തി. അങ്ങനെ തല തകർന്ന ശേഷം എത്രയധികം. വാസ്തവമായി ഈ ബലം ഭക്ഷിക്കല്ലെന്ന് ഹവ്വാമ്മച്ചി ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതേ ചോദ്യം അതേ ശബ്ദത്തിൽ ചോദിച്ചു. വാസ്തവമായി നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ. യേശു കർത്താവ്, യേശുവിൻ്റെ ഏറ്റവും വലിയ സക്സസ് ക്രൂശായിരുന്നു. പക്ഷേ ക്രൂശിൽ യേശു കയറാതിരിക്കാൻ തലങ്ങും ബലങ്ങും വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സൈന്യം തലങ്ങും ബലങ്ങും ശ്രമിച്ചു. ഓക്കെ, കണ്ടു തുറന്ന് കേക്ക്. നിന്നിലൂടെ, നിന്റെ സന്താനത്തിലൂടെ ദൈവത്തിന്റെ പദ്ധതി സ്തോത്രം നടക്കാതിരിക്കാൻ ശത്രു ശ്രമിക്കും. പക്ഷേ സ്ത്രീയുടെ സന്തതി ചാലഞ്ചിങ് ഫെയ്ത്ത്, വെല്ലുവിളിക്കുന്ന വിശ്വാസം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് അരുളി ചെയ്ത ദൈവത്തിൽ കോംപ്രമൈസ് ഇല്ല. ദൈവത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇസ്രായേൽ ജനതയെ ദൈവം വാഗ്ദത്ത ദേശത്തിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്ത ദേശത്തെത്തുമ്പോൾ പല സ്തോത്രം ജാതികൾ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കും. ഒരുത്തനുമായി ഉടമ്പടി ചെയ്യല്ല, കോംപ്രമൈസ് ചെയ്യല്ല. യേശു കർത്താവ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ സ്തോത്രം, നീ ദൈവപുത്രനെങ്കിൽ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക. നീ ദൈവപുത്രനെങ്കിൽ ദേവാലയത്തിൽ നിന്ന് താഴേക്ക് ചാട്. സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രലോഭനമായിരുന്നു യേശുവിന്. ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ദൈവപുത്രനാണ്. പക്ഷേ സ്തോത്രം ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് ക്രൂശിൽ കയറിയാലേ എവരെ എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് സഭയെ കിട്ടണമെങ്കിൽ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ആരെന്ന് കാണിച്ചാൽ നടക്കത്തില്ല. നമുക്കുള്ള കുഴപ്പം, നീ വെളിപ്പെട്ടപ്പോൾ ക്രിസ്തു വെളിപ്പെടുന്നില്ല. നമുക്ക് ഈ തലമുറയിൽ ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം ആഴമായി എടുക്കാം. ഞാനല്ല വെളിപ്പെടേണ്ടത്, എൻ്റെ കർത്താവാണ് എന്നിലൂടെ വെളിപ്പെടേണ്ടത്. സെയിം ക്വസ്റ്റ്യൻ ആരംഭിച്ചു. അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, അതേ ചോദ്യം ആവർത്തിച്ചു. ഏതെൻ തോട്ടത്തിൽ കേട്ടത്? യഹൂദിയ മരുഭൂമിയിൽ കേട്ടത്. അവൻ ക്രൂശന്മേൽ തൂങ്ങി നിൽക്കുമ്പോൾ, അവൻ ക്രൂശന്മേൽ നിൽക്കുമ്പോൾ ചോദിച്ചു. മത്തായി 27:40-43 സ്തോത്രം, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, നിന്നെ തന്നെ രക്ഷിക്കുക. യേശു കർത്താവിനെ ക്രൂശിൽ 6 മണിക്കൂർ നേരെ ഫിക്സ് ചെയ്തത് ആണിയുടെ ബലമല്ല, നിന്നോടുള്ള കരുതലായിരുന്നു. കേട്ടില്ല. യേശുവിനെ 6 മണിക്കൂർ നേരം ക്രൂശിന്മേൽ തൂക്കി നിർത്തിയത് നിന്നോടുള്ള കരുതലായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ യഹൂദ ഗോത്രത്തിലെ സിംഹം, ദൈവത്തിന്റെ കുഞ്ഞാട് ഈ പ്രകാരം പറഞ്ഞു, സകലതും നിവർത്തിയായി. ആ ശബ്ദത്തിന് മുൻപിൽ പഴയ പാമ്പിന്റെ തല തകർക്കപ്പെട്ടു. പ്രലോഭനം തോറ്റു, പദ്ധതി ജയിച്ചു. പറയുന്ന എന്നിൽ, കേൾക്കുന്ന നിന്നിൽ, യേശുവിൻ നാമത്തിൽ അനുദിനം പ്രലോഭനങ്ങൾ തോൽക്കട്ടെ, പദ്ധതികൾ ജയിക്കട്ടെ. പ്രലോഭനങ്ങൾ തോൽക്കട്ടെ, പദ്ധതികൾ ജയിക്കട്ടെ. തിരുവചനം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രമതേ, പ്രലോഭനങ്ങൾ തോറ്റാലേ പദ്ധതികൾ ജയിക്കത്തുള്ളൂ. ശബ്ദമുയർത്തി വലത് കരത്തെ മാർവോട് ചേർത്ത് വെച്ച് ശബ്ദമുയർത്തി ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് പറഞ്ഞോട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരിക്കൽ കൂടെ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാ കൊച്ചുമക്കളും പറഞ്ഞേ, എല്ലാ കുസൃതി കുടുക്കളും പറഞ്ഞേ, ശബ്ദം ഉയർത്തി, എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്.
ആ പദ്ധതിയിൽ നീ എത്തിച്ചേരാൻ, ലോക സ്ഥാപനത്തിന് മുൻപേ ഉള്ള ആ പ്ലാനിൽ എത്തിച്ചേരാൻ, ആ പ്രവാചകൻ നിന്നെ നോക്കി പറഞ്ഞതായ ദൂതിൽ നീ എത്തിച്ചേരാൻ, ആ കാഴ്ചപ്പാടിൽ നീ എത്തിച്ചേരാൻ, നിനക്ക് ലഭിച്ച സ്വപ്നം ഭൂമണിയാൻ, നിനക്കുള്ളതായ ദർശനം സ്തോത്രം അകത്തെ കണ്ണ് കണ്ടത് പുറത്തെ കണ്ണും കൂടെ കാണുവാൻ. ഡിസംബർ 3-ാം തീയതി എന്തോ പകർച്ചയെന്നോ നോക്ക്. ഡിസംബർ 3-ാം തീയതി സഭായോഗത്തിന് എന്തോ പകർച്ചയെന്നോ നോക്ക്. സ്വർഗം ഇറങ്ങി നിൽക്കുക. ഏറ്റെടുക്ക. ഇത് നിന്റെ ദിവസമാണ്. പ്രലോഭനങ്ങൾ തോൽക്കട്ടെ, പദ്ധതികൾ ജയിക്കട്ടെ. ഈ സ്തോത്രമതെ ശോധനകളെ നീ ജയിക്കുമ്പോഴാണ് ആ പദ്ധതിയിൽ നീ എത്തുന്നത്. ഈ ശോധനകൾക്ക് 2 പേരാണ് ഗ്രീക്കിൽ പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് പരാസോ, മറ്റൊന്ന് ഡോക്കിമാസ്. ഒന്ന് പരാസോ, മറ്റൊന്ന് ഡോക്കിമാസ്. 2 ഗ്രീക്ക് പദങ്ങൾ. പരാസോ എന്ന് പറഞ്ഞാൽ സെർച്ചിങ്. സ്തോത്രം, ശത്രു നിന്നെ സെർച്ച് ചെയ്യുകയാണ്, നിന്നെ ശോധന ചെയ്യുക, നിന്നെ അനലൈസ് ചെയ്യുക. നീ എങ്ങനെയുള്ളത്? നീ ജീവൻ ഉള്ളതാണോ, നീ ചത്തതാണോ? ഈ ചർച്ചിലിരുന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ല നീ, അല്ല, ഒരിക്കലും അല്ല. ഓ കമാൻ, തണുപ്പുള്ള സമയത്ത് സ്തോത്രം തള്ളിപ്പറയാൻ പറ്റുന്ന അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് നിന്റെ ട്രൂ കളർ പുറത്തു വരുന്നത്. ചർച്ചനകത്തിരുന്ന് ഹൊയ്യോ എന്ന് പറഞ്ഞ് കീബോർഡിന്റെ താളത്തിനും റാസിങ്ങിന്റെ ഓളത്തിനും വർഷിപ്പ് ലീഡറിന്റെ തുള്ളലും ഇതല്ല നീ. ശത്രു നിന്റെ പിന്നാലെയുണ്ട്. പലരും കതിരല്ല, പലരും പതിരാണ്. ഓ കമാൺ, ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് ബലപ്പെടാൻ. പലതും കതിരല്ല, പലരും പതിരാണ്. പതിരിനും കതിരിനും ഒരേ നിറമാണ്. കതിരിനും ഒരേ താളമാണ്. കതിരും ഇരിക്കുന്നത് ഒരേ ഓളത്തിലാണ്, ഒരേ ദൂതിലാണ്. പക്ഷേ കതിരും എടുത്തൊരു ബക്കറ്റിലിട്ട് വെള്ളമൊഴിക്കുമ്പോൾ പതിരം മേലെ നിൽക്കണം. കതിര് താഴ്മയോടെ താഴെ കിടക്കുക. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പതിരിൻ്റെ അംശങ്ങളെ മാറ്റി അങ്ങയുടെ ക്വാളിറ്റിയിൽ ഒന്ന് കതിരാക്കണമേ എന്ന് പറയാൻ താല്പര്യമുള്ളവർ ആമേൻ പറഞ്ഞാണ്. അതാണ് പരാസ്. ശത്രു നിന്റെ പിന്നാലെയുണ്ട് നിന്നെ തോൽപ്പിപ്പാൻ. പരാസ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്യാണ്. സ്തോത്രം, അതേ സൂക്ഷ്മ ദൃഷ്ടിയിൽ നോക്കിയാണ്. എന്താ നിന്റെ വീക്ക്നെസ്? നിന്റെ വീക്ക്നെസ് വെളിപ്പെടുന്ന പ്ലാറ്റ്ഫോമിലല്ല. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരാൾ മാത്രം ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം, നിന്റെ വീക്ക്നെസ് വെളിപ്പെടുന്നത് ചേർച്ചിലല്ല, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ പ്രൈവറ്റ് ലൈഫ് സർക്കിളിലാണ് നിന്റെ വീക്ക്നെസ് വെളിപ്പെടുന്നത്. പക്ഷേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു ആർ അണ്ടർ സർവിലൻസ്. 2 ക്യാമറ നിന്നെ നോക്കുന്നുണ്ട്. ഒന്ന് മേലത്തെ ക്യാമറയും മറ്റൊന്ന് താഴത്തെ ക്യാമറയും. 2 ക്യാമറ നിന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. താഴത്തെ ക്യാമറയും നിന്റെ വീക്ക്നെസ് നോക്കുന്നുണ്ട്. എന്താണ് നിന്റെ വീക്ക്നെസ്? സ്തോത്രം, ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിരിക്കാം നിന്റെ വീക്ക്നെസ്. വാ തുറന്ന കള്ളം പറയുന്നതായിരിക്കാം നിന്റെ വീക്ക്നെസ്. മറ്റേ സ്തോത്രം അവളുമാരെ കാണുന്നതായിരിക്കാം നിന്റെ വീക്ക്നെസ്. അല്ലെങ്കിൽ അവൻ്റെ മസിലിൽ സ്തോത്രം നീ വീഴുന്നതായിരിക്കാം നിന്റെ വീക്ക്നെസ്. നീ പദ്ധതിയിലെത്താതിരിപ്പാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നീ കരയാതിരിപ്പാൻ, ദൈവിക ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നടക്കാതിരിപ്പാൻ പരാസോ ശത്രു നിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ എങ്ങനെ ബ്രദർ സുരേഷ് ബാബു ഇതിൽ നിന്ന് ജയിക്കുന്നത്? സുവാർത്ത പറയാം. പ്രശ്നം പറയാനല്ല ഞാൻ വന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം, ഒരു നല്ല വർത്തമാനം പറയാം. നമ്മുടെ പരാജയം മനുഷ്യനോട് പറയില്ല കേട്ടോ. നമ്മുടെ പരാജയം ദൈവത്തോടങ്ങ് പറയണം. അപ്പച്ച, എൻ്റെ ജീവിതമാകുന്ന കോമ്പൗണ്ടിൽ ആ വടക്കും വഴിക്കുള്ള കയ്യാല അല്പം വീക്കാണ്. സ്തോത്രം കർത്താവേ, എൻ്റെ വടക്കും വഴിക്കുള്ള ആ കയ്യാല അല്പം വീക്കാണ്, അതിന് ഉയരം കുറവാണെന്ന് പറയുമ്പോൾ അവൻ പറയും, മക്കളെ സാരമില്ല, എൻ്റെ പ്രത്യേക ദൂതന്മാരെ, യുദ്ധദൂതന്മാരെ ഞാൻ നിൻ്റെ വീക്ക്നെസ്സിൽ ഇന്ന് പകൽക്കാലം കാവൽ നിർത്തുകയാണ്.
ഓ, മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ച്. കഴിഞ്ഞ 34 വർഷം ഞാൻ പറയാത്ത പ്രവചന ദൂതുമായിട്ടാണ് ഇന്ന് പകൽ ഇങ്ങോട്ട് കയറിയത്. നിന്റെ ജീവിതത്തിന്റെ ഏരിയയിൽ, എൻ്റെ ജീവിതത്തിന്റെ ഏരിയയിൽ എവിടെയാണോ വീക്ക്നെസ് എന്ന് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കാതെ ദൈവത്തോട് പറയുന്നത്, അവിടെ അവന് സ്പെഷ്യൽ കയ്യാല, സ്തോത്രം. ആ കയ്യാലയിൽ ആ പ്രത്യേക കാവൽ വയ്ക്കുക. നമുക്ക് ഈ ദൂതിൻ്റെ മുമ്പിൽ ആ ക്ലോക്ക് പോലും നിന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ആ ക്ലോക്ക് നോക്കിയാണ് ഞാൻ പ്രസംഗിച്ചത്. ഹല്ലേലൂയ, ആ ക്ലോക്ക് പോലും നിന്നുപോയി. കാരണം സൂപ്പർ നാച്ചുറൽ ചലിക്കുമ്പോൾ ബയോസ് തോൽക്കും, സോയെ ജയിക്കും. എന്തോ നിങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, സൂക്ഷിച്ച് സംസാരിക്കണം. പറ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, സ്തോത്രം. അതെ, ബയോസ് തോക്ക്, സോയെ ജയിക്ക് എന്നുള്ള നിങ്ങൾക്കുള്ള പ്രൊഫറ്റിക് അടയാളമാണ്. ആ ക്ലോക്ക് നിന്നെങ്കിൽ ശത്രുവിന്റെ ക്ലോക്ക് നിൽക്കുന്നു. ദൈവത്തിന്റെ ക്ലോക്ക് നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. കൈയടിക്കുന്നവർ നേരെ കരങ്ങൾ അടിക്കട്ടെ. പരാസോ, ശത്രു നിന്നെ പിടിക്കാൻ നിന്റെ പിന്നാലെ വരുമ്പോ, ശത്രുവ് നിന്നെ പിടിക്കുന്നതിന് മുൻപ് അവന് പിടി കൊടുക്കാതെ അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് ഓടിച്ചെന്ന് പറയണം, അപ്പച്ച എനിക്ക് ഇന്ന ഏരിയയിൽ തകരാറുണ്ട് കേട്ടോ, അപ്പച്ച ഒന്ന് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ, ഒന്ന് കൺസിഡർ ചെയ്തേ. ആരുമില്ലാത്ത യാബോക്ക് കടവിൽ മറ്റവനെ കൺസിഡർ ചെയ്ത് യാക്കോബിനെ ഗോവിണി വച്ചുകൊടുത്ത് ഇസ്രായേലാക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നവന് എന്നെയും ഒന്ന് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിന്ന് പകൽ പറയുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെന്ന് നീ കുമ്പസാരം പറയണമെന്നല്ല. ചില ചേച്ചിമാരടുത്തും ചേട്ടടുത്തും നീ കുമ്പസരിച്ചാലേ നിന്നെ തേച്ചൊട്ടിച്ച് മനോരമയുടെ ഫ്രണ്ട് പേജിൽ അഡ്വർടൈസ് ചെയ്ത് അടുത്ത ഞായറാഴ്ചക്കകത്ത് നിന്നെ കുളിപ്പിച്ച് കടത്തും. മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തോട് പറ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഒരുവൻ നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, മോശേ ഞാൻ നിന്നെ ഭയങ്കരമായി ഉപയോഗിക്കാൻ പോവാ, കൊതി തീരുമാനം ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാ. കാരണം 80 വർഷം ഒരു ചുക്കം നിന്നിൽ നടന്നില്ല. 40 വർഷമായപ്പോൾ നീ ഭയങ്കര വില കൊടുത്താ ഇറങ്ങി വന്നേ. 40 വർഷം നിനക്ക് സൈലൻസ് ആയിരുന്നു, സൈലൻസ്. പക്ഷെ വലിയ ചലനങ്ങൾ എല്ലാം ആരംഭിച്ചത് സൈലൻസിൽ നിന്നാണ്. പക്ഷെ നീ കൈ നീട്ടുമ്പോഴുണ്ടല്ലോ ഭയങ്കര 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 അത്ഭുതം നടക്കാൻ പോവാ, ഭയങ്കര അത്ഭുതം. പക്ഷേ നിന്റെ കയ്യെ ആ മാർവിടത്തിലേക്ക് ഇട്ടു. പക്ഷെ ഒന്ന് പുറത്തെടുക്കുക. ഞാൻ ഞെട്ടി, അയ്യോ കുഷ്ഠരോഗം, അയ്യോ ഈ കൈ കുഷ്ഠരോഗം, ചീത്തയായി പോയി. കുഷ്ഠരോഗം വീക്ക്നെസ്സാ കണ്ട, വീക്ക്നെസ്, പരാസോ, വീക്ക്നെസ്. മോശേ ഞാൻ അറിഞ്ഞിട്ടാടാ വന്നേ, ഞാൻ അനുവദിച്ചിട്ടാടാ വന്നേ. ഇന്ന് പോലെ നിന്നെ നോക്കി പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടാ വന്നേ, ഞാൻ അനുവദിച്ചിട്ടാ വന്നേ. പക്ഷെ വൺ മോർ ചാൻസ്. വീണ്ടും മാർവിടത്തിലേക്കിട്, വീണ്ടും പുറത്തേക്കിടക്ക്. റിയലി മിറക്കൽ. പരിഹാരം അനുഭവിച്ച വ്യക്തികൾ ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ. പരിഹാരം കണ്ടതായ, വിടുതൽ കണ്ട ആ കരം നീട്ടിയപ്പോ ഫറവൻ വിറച്ചു. മിസ്രൈമിൽ 10 ബാധകൾ വെളിപ്പെട്ടു. ആ കൈ നീട്ടിയപ്പോ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ആ കൈ നീട്ടിയപ്പോൾ 1000കണക്കിന് അത്ഭുതങ്ങൾ നടന്നു. എങ്കിൽ നിന്റെ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത് ആക്കുന്നവനാണ് കർത്താവ്. ആർക്കും വേണ്ടേ ഇന്ന് പകൽ നിന്റെ ബലഹീനത ബലമായി തീരട്ടെ, നിന്റെ താഴ്ചകൾ ഉയർച്ചകളാകട്ടെ, നിന്റെ പരാജയം ജയമായി തീരട്ടെ. ശബ്ദമുയർത്തി ജനം ആരാധിച്ച് പരാസു. വിശ്വാസമുണ്ടോ? വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയിൽ വരെ നീ പോകുമ്പോൾ നിനക്കൊരു പരാസോ, ശത്രു നിന്നെ ശോധന ചെയ്യുവാനായി നിന്റെ പിന്നാലെയുണ്ട്. പക്ഷെ പരാസ കൊണ്ട് ലൈഫ് തീരത്തില്ല. ഡോക്കിമാസ്
വരാസോ കഴിഞ്ഞിട്ടൊരു ഡോക്കിമാസോ ഉണ്ട്. ഡോക്കിമാസോ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു വലിയ ഡിഗ്രി പാസ്സായ ശേഷം ഒരു വലിയ ജോലിയിൽ സെറ്റിലാകുന്നത് പോലെ ശത്രു നിന്നെ സെർച്ച് ചെയ്തു എങ്കിൽ, സ്തോത്രം അതേ പല അധികാരികൾ നിങ്ങളെ സെർച്ച് ചെയ്തുവെങ്കിൽ, നീ രാത്രി ഡോക്കിമാസോ ഇന്ന് പകൽക്കാലം ഒരു ഡോക്കിമാസോ സീസണിലേക്ക് ദൈവം നിന്നെ എത്തിക്കുന്നു. അർത്ഥം ദൈവം നിന്നെ സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ്. സെർച്ചിങ്ങിൻ്റെ ടൈം കഴിഞ്ഞ് ഇനി ദൈവം നിന്നെ സെറ്റിൽ ചെയ്യിപ്പിക്കുകയാണ്. ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാ. ആർക്കും വേണ്ടേ? ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവാ. ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാ. യേശുവിൻ നാമത്തിൽ യെസ്, കർത്താവ് നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവാ. യെസ്, വേറൊരു സീസൺ മടുക്കരുത്, പതറല്ല. ദൈവം നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല പ്രകാശം ഉണ്ടല്ലോ, എല്ലാവർക്കും എന്നെ കാണാം, എനിക്കും നിങ്ങളെ കാണാം. ഈ സ്തോത്രം അതേ ഹാളിൽ എല്ലായിടത്തും നല്ല ബൾബുണ്ട്. പക്ഷെ ബൾബ് കണ്ടുപിടിച്ച അച്ചാച്ചൻ്റെ പേരെന്താ? ബൾബ് കണ്ടുപിടിച്ച ആള്, ബൾബ് കണ്ടുപിടിച്ച ആര്? ബൾബ് കണ്ണല്ല പറഞ്ഞ, കമാണ് എൻ്റെ കണ്ണ് അങ്ങനെയെന്ന് ആരാണ്ട് പറഞ്ഞു. സ്തോത്രം അതെ, ബൾബ് കണ്ടുപിടിച്ച ആരാ മക്കളെ? സ്തോത്രം എന്തോ? യെസ്, തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കാതിരുന്നെങ്കിൽ നമ്മൾക്കിന്ന് പകല് ഉറങ്ങാൻ പറ്റുന്ന നല്ല ഇരുട്ടായേനെ. പക്ഷെ ബൾബ് കണ്ടുപിടിക്കുന്ന മുമ്പ് 2774 ടൈംസാണ് പുള്ളി തോറ്റത്. 2774 പ്രാവശ്യം പുള്ളി പരാജയപ്പെട്ടിട്ടാണ് 2775 പ്രാവശ്യം ആ ബൾബ് കണ്ടുപിടുത്തത്തിൽ പുള്ളി ജയിച്ചത്. ജീവിതത്തിൽ ഒത്തിരി കരഞ്ഞു, ഒത്തിരി തകർന്നു, ഒത്തിരി മുറിവേറ്റു. ഇല്ല മക്കളെ, അടുത്ത ചാൻസിൽ ജയത്തിൻ്റെ കൊടി നിനക്ക് വേണ്ടി എന്നെ തമ്പുരാൻ ഉയർത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ബൾബ് കണ്ടുപിടിച്ചതായ തോമസ് ആൽവ എഡിസൺ ഇങ്ങനെയാണ് പറഞ്ഞത്: I have not failed. I have just found 10,000 ways that won't work. ആയിരക്കണക്കിന് പ്രാവശ്യം അത് ആ വഴി നടക്കത്തില്ല എന്ന് ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു. അത് മറ്റേ വഴിക്ക് നടക്കത്തില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചതാ. പല വഴികൾ ജയിപ്പാനായി നീ നോക്കിയതാ, നടന്നില്ല. പല കുറുക്കു വഴികൾ നീ തേടിയതാ, നടന്നില്ല. പലരിലൂടെ നീ നോക്കിയതാ, നടന്നില്ല. എന്നാൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ വീട്ടിൽ പോകാൻ പല വഴി കാണും, നിന്റെ ഓഫീസിൽ പോകാൻ പല വഴി കാണും. എന്നാൽ ലൈഫിന്റെ സക്സസിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അരുളി ചെയ്ത യേശു കർത്താവാകുന്ന വഴി. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? അതിന് വെല്ലുവിളിയുണ്ട്. ഈ പുസ്തകത്തിൽ ഇത് ജയിച്ചവന്റെ പുസ്തകമാണ്. ഈ ജയിച്ച പുസ്തകത്തിൽ വിശ്വാസത്തെ സ്തോത്രം അവർ ആഘോഷമാക്കി തീർത്തു. വിശ്വാസത്തിനെതിരെ വന്നതായ വെല്ലുവിളികളെ അവർ പതറിയില്ല, വിശ്വാസത്തെ അവർ ആഘോഷമാക്കി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അതെ, നിനക്കെതിരെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ നീയും ജയിപ്പാൻ പോകുന്നു. ബോറടിച്ചോ? അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറഞ്ഞ് നമ്മൾ ജയിച്ചേ പറ്റത്തുള്ളൂ. വിശ്വാസം എവിടെയുണ്ടോ? കർത്താവേ, ഒരു വെല്ലുവിളി ഇല്ലാതെ അയ്യോ ഞാൻ പാമാണ് നിന്റെ ഗീത പോലെ എന്നെ, അധികം പരിക്കുകളൊന്നും ഇല്ലാതെ, അധികം ഗട്ടറുകളൊന്നും ഇല്ലാതെ, ആരും എന്നെ ഒന്നും പറയില്ല കർത്താവേ. ഞാനിങ്ങനെ ഒരു പാവാണ് കർത്താവേ, തൊട്ടാവാടിയാണ് കർത്താവേ എന്ന് പറയുന്നവനല്ല. എടാ പിശാചേ, നീ എൻ്റെ മുടി വെട്ടിയാൽ ഞാൻ നിന്റെ തലവെട്ടും. ചിലമാർക്ക് ഭയങ്കര പേടിയാ, അപവാദം പേടിയാണ്, മറ്റുള്ളവരുടെ വിമർശനം പേടിയാ. സ്തോത്രം. ഡൈ ചെയ്യത്തില്ല, ഫുൾ സ്ലീവേ ഇടത്തുള്ളൂ, ഇതുപോലെയുള്ള കളറൊന്നും ഇടത്തില്ല, വെള്ളയൊക്കെ ഇട്ട്. ആമേൻ, ഗ്ലോറി. നരകത്തിന് കേടില്ലാതെ, സ്വർഗത്തിന് ലാഭവുമില്ലാതെ. ഞാൻ എന്താ പറഞ്ഞേ? നമുക്കൊരു കോംപ്രമൈസിൽ പോകാം. അച്ചോ സ്തോത്രം. ഈ കോംപ്രമൈസ് അല്ലടോ, അത് അഭിനയമാണോ, അത് ആത്മീയ നാടകമാണോ. ആത്മാവിന്റെ തീയുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോ നരകം വിറയ്ക്കണം, സ്വർഗം തുറക്കണം, ജീവിതങ്ങളെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. അല്ലാതെ സമയമ
അങ്ങനെ സ്തോത്രം, കോംപ്രമൈസ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഡിഫൻസീവ് മൂഡിൽ നിന്ന് ഓഫൻസീവ് മൂഡിലേക്ക് ദൈവസഭ കയറി നിൽക്കട്ടെ. അടുത്തിരിക്കുന്നൊരു തൊടല്ലേ, അടുത്തിരിക്കുന്നത് നോക്കി പറ, ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുക. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുക, ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യുക. കാരണം വിശ്വാസം, ജീവനുള്ള വിശ്വാസം, ഒറിജിനൽ വിശ്വാസം എവിടെയുണ്ടോ അവിടെ വെല്ലുവിളി ഏറ്റെടുത്ത് അടുത്ത ലെവലിലേക്ക് നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ. വിശ്വാസികളെ പിതാവിനെ നോക്കി ചില എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നിർത്തുക. എത്ര മേശയുണ്ടോ? നിർത്തണം. വാച്ചിൽ നിന്ന് പോയി, അല്ല ക്ലോക്കിൽ നിന്ന് പോയി, സമയം അറിയത്തില്ല. സ്തോത്രം. 5 മണിയാകുമ്പോൾ ആരെങ്കിലും എന്നോട് പറയണേ, 5 മണിയാകുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. വിശ്വാസികളുടെ പിതാവ് മുന്നോട്ട് പോകാം. വിശ്വാസികളുടെ പിതാവ് അബ്രഹാമും സാറയും മുന്നോട്ട് പോകുന്നവരെ നമ്മൾ വിചാരിക്കുന്നത് റോഡിലൂടെ മറ്റേ പിരിവിനെ 2 പേരിങ്ങനെ നടക്കുന്നത് പോലെ അബ്രഹാമും സാറയും 2 പേര് പോയെന്നാണ്. പുസ്തകം അങ്ങനെയല്ല പറയുന്നത്. അവൻ്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസികളുണ്ടായിരുന്നു. ജനിച്ച് വളർത്തപ്പെട്ട 318 പേര്. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും, പിന്നെ സ്തോത്രം, അവൻ്റെ കൂടെ ജനിച്ച കുറേ സഹോദരങ്ങൾ കാണാം. കാരണം അത് ഇന്ദിരാഗാന്ധിക്ക് മുമ്പായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ് നമുക്ക് 2 എന്നുള്ള ശ്ലോകം വന്നത്. അന്ന് അബ്രഹാമിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധി ജനിച്ചിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം, പല പിള്ളേരുണ്ടായിരുന്നു. കളിക്ക് ഒരിക്കൽ ഞാൻ ചെന്ന് ഒരു ചെറുക്കനോട് ചോദിച്ചു, മോനെ നിൻ്റെ വീട്ടിൽ ഏറ്റവും ഇളയത് നീയാണോ? ഇല്ല, എൻ്റെ ഇളയത് 6 പേരുണ്ട്. അപ്പം നിൻ്റെ വീട്ടിൽ ഏറ്റവും മൂത്തത് നീയാണോ? ഇല്ല, എൻ്റെ മൂത്തത് 7 പേരുണ്ട്. ഞാൻ എണ്ണി നോക്കി എത്ര പേരായി എല്ലാം കൂടെ. ഇതായിരുന്നു അബ്രഹാമിൻ്റെ കണക്ക്. സ്തോത്രം. ഇതെല്ലാം കൂടെ പോവുക. തൽമൂദിലും അതുപോലെ ചരിത്രത്തെ നോക്കുമ്പോൾ വേണ്ടേ അബ്രഹാം പോകുന്നു എന്ന് പറയുമ്പോൾ അക്കാലത്ത് കുറഞ്ഞത് 5000 പേരുണ്ട്. ഒരു ഇന്ന് ജനക്കൂട്ടം കൂടുതലല്ല, അന്ന് ജനക്കൂട്ടം കുറവാ. ഒരു സംസ്ഥാനമാണ് ഇതാ ചലിക്കുന്നത്. ഒരു സംസ്ഥാനം ചലിക്കുകയാണ്. സ്തോത്രം. വിശ്വാസത്തിന് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അവനൊരു ദൈവം കൊടുത്തു. ആർക്കോ ദൈവം ടൈറ്റിലുകൾ നൽകുവാൻ വേണ്ടി പോകുന്നു. അബ്രഹാമിന്റെ ടൈറ്റിൽ ആയിരുന്നു ദ ഫാദർ ഓഫ് ഫെയ്ത്ത്. കം ഓൺ. വെല്ലുവിളി ഏറ്റെടുക്കുന്നവരൊരു ടൈറ്റിൽ ഉണ്ടാകാൻ പോകുന്നു. ഏറ്റെടുക്കണം. വെല്ലുവിളി ഏറ്റെടുക്കുന്നവരൊരു ടൈറ്റിലുണ്ടത്. നാട്ടുകാർ നിന്നെ കളിയാക്കി പറഞ്ഞതല്ല, നിന്റെ കൂടെ പഠിച്ചവർ നിനക്കിട്ട വട്ടപ്പേരല്ല. സ്വർഗത്തിലെ ദൈവം നീ ചത്താലും അതേ മരിക്കാത്ത ഒരു സ്വർഗീയമായ ടൈറ്റിൽ വേണമെന്നുള്ള ഒരു വാതുറന്ന സ്തോത്രം പറ. വെല്ലുവിളി ഏറ്റെടുക്കുന്നവന് ഒരു ടൈറ്റിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ചില അമ്മമാർ ഇന്ന് പകൽ എന്നെ തുറച്ചു നോക്കി ചോദിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാം ഉണ്ടോ? ഒരമ്മ വെല്ലുവിളി ഏറ്റെടുത്ത് 26 ലക്ഷം കുട്ടികളെ നൈൽ നദിയിലെ മുതലകൾ തിന്നപ്പോ ഒരമ്മ പറഞ്ഞു, നോവേ, ഈ കുട്ടിയെ ഞാൻ തരത്തില്ല. എബ്രായർ 11 പറയുന്നു, മോശയുടെ മാതാപിതാക്കൾ ശിശു സുന്ദരനെന്ന് കണ്ടു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ഹീസ് ദ പ്രോപ്പർ ചൈൽഡ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സകല കുട്ടികളെ നോക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറയണം, മക്കളെ, നീ ഒരു സാധാരണ കുട്ടിയല്ല, യു ആർ ദ പ്രോപ്പർ ചൈൽഡ്. അർത്ഥം, ആ മാതാവും പിതാവും ഇപ്രകാരം പറഞ്ഞു, എടാ 400 സംവത്സരം കഴിഞ്ഞിട്ട് നമുക്കൊരു വിടുതൽ ഇവിടെ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞു. നിന്റെ കീഴിലാണ് ഈ ജനം വിടുവിക്കപ്പെടുന്നത്. നീയാണ് ഡെലിവർ, നീയാണ് ഈ ജനത്തെ ഇവിടെ നിന്ന് വിടുവിക്കുന്നവൻ. യു ആർ ദ പ്രോപ്പർ ചൈൽഡ്. അമ്മ വെല്ലുവിളി ഏറ്റെടുത്തു. ഇത് പകൽക്കാലം വിശ്വാസത്തിൽ ചില അമ്മമാർ വെല്ലുവിളികളെ ഏറ്റെടുക്കുമ്പോൾ ചരിത്രം മെനയുന്ന സന്തതികളായി നിന്റെ സന്താനത്തെ ദൈവം വളർത്തുവാൻ പോകുന്നു. വിശ്വാസത്തിന്റെ വെല്ലുവിളി. മോശയുടെ അമ്മ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ എന്തോ കിട്ടി. സ്വർഗത്തിൽ ഞാൻ നടക്കുമ്പോൾ അവരെ കണ്ടാലോ പുള്ളിക്കാരി ഈ പ്രകാരം പറയും, ബ്രദർ സുരേഷ്, നിനക്കറിയാം, ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ചരിത്രത്തിലെ 2ാമത്തെ പ്രവാചകനെയാണ് എൻ്റെ വീട്ടിൽ എനിക്ക് ലഭിച്ചത്. യേശുവിൻ്റെ നാമത്തിൽ ചരിത്രം മെനയുന്നവരാണ് നിൻ്റെ മക്കള്. കമാൺ. ആരെയിലൊക്കെ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് ഞാൻ ചുമ്മാ വിചാരിച്ചു പോയി. ചരിത്രം മെനയുന്നവർ. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. രാഹബ് വേശ്യയായിരുന്നു. പക്ഷെ ആ സന്ധ്യാസമയത്ത് അവർക്ക് 2 ഗസ്റ്റ് കയറി വന്ന്, ആ ഗസ്റ്റ് ഗോസ്റ്റ് ആയിട്ടല്ല വന്നത്. അവർ പ്ലാനിലും പർപ്പസിലുമാണ് നിന്നത്. കമാൺ, ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. ഞാനൊരു വീട്ടിൽ കയറി ചെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ നൂറുകണക്കിന് പുരുഷന്മാർ ആ വീട്ടിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ജഡത്തിന് വേണ്ടിയല്ല, എൻ്റെ കർത്താവിൻ്റെ പർപ്പസിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ദേശം എതിരായി നിൽക്കുമ്പോൾ അവൾ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി രാഹബ് ഏറ്റെടുത്ത്. അവൾ ചോദിക്കാം, സ്തോത്രം, ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം, യെരിഹോവിൻ്റെ മതിൽ ഇടിഞ്ഞു. ഇന്ന് പകൽക്കാലം നൂറ്റാണ്ടുകളായി രാജ്യത്തിൽ ഉയർന്നു നിൽക്കുന്നതായ പൈശാചിക മതിലുകൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇടിയട്ടെ. അടച്ചു ഉറപ്പാക്കിയിരിക്കുന്ന പൈശാചിക സ്ട്രോങ് ഹോൾഡുകൾ സകല നാമത്തിന് മേലായ നസ്രേന യേശുവിൻ്റെ നാമത്തിൽ ഇടിഞ്ഞു വീഴട്ടെ. വാ തുറന്ന് നിന്റെ വിസ്താരത്തിൽ തുറക്ക. വാ തുറന്ന് ആരാധിക്ക. വിശ്വാസത്തിന്റെ വെല്ലുവിളി. യെസ് ലോർഡ്. അഹശ്വേരോസിന്റെ അന്തപുരത്ത് അപ്പോയിൻമെന്റ് എപ്പോഴും കിട്ടത്തില്ല. അഹശ്വേരോസ് അധികാരിയുടെ വാതിൽ എപ്പോഴും തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഫേവർ ഉള്ളവൻ ചലിച്ചാൽ ആരുടെ മുൻപിൽ തുറക്കാത്തത് നിന്റെ മുൻപിൽ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. അധികാരികളുടെ വാതിലുകൾ അപ്പോയിൻമെന്റ് വേറെ ആർക്കും ഇല്ലാത്തപ്പോൾ നിയമം മാറേണ്ട ദിവസങ്ങൾ വന്നിരിക്കുന്നു. ഡിസംബറിൽ മാറ്റം. കേരളത്തിൽ മാറ്റം വരുന്നു. ഇന്ത്യയിൽ മാറ്റം വരുന്നു. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. വിശ്വാസത്താൽ വെല്ലുവിളി ഏറ്റെടുത്ത് സ്തോത്രം. അതേ എസ്തേർ അഹശ്വേരോസിന്റെ അന്തപുരത്തിൽ പ്രവേശിച്ച് വെല്ലുവിളി ഏറ്റെടുത്തപ്പോ എന്താ കിട്ടിയത്? എൻ്റെ ടൈറ്റിലല്ല മാറിയത്, ഒരു കുഞ്ഞല്ല ജനിച്ചത്, മതിലല്ല ഇടിഞ്ഞത്, പക്ഷേ ദൈവജനത്തിൻ്റെ നിയമമേ മാറി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ദൂത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞാൻ പ്രവചിച്ചു വിടുന്നു. റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അസ്ത്രം, അമ്പിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അസ്ത്രം ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കാണുകയാണ്. ഇതൊരു പ്രവചനമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് നിയമങ്ങൾ മാറട്ടെ. ശിഖമനറഗുനിയ ശാന്തുലിനിയാസ്. Hallelujah, 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 hallelujah. വിശ്വാസത്തിന്റെ വെല്ലുവിളി. മേലാൽ മോവാബിയ ദേശമല്ല എൻ്റെ ജനം നിന്റെ ജനം, എൻ്റെ സ്ഥലം നിന്റെ സ്ഥലം, എൻ്റെ ദൈവം നിന്റെ ദൈവം. ഞാനിതാ സ്വന്തം സ്ഥലത്ത് വിടുകയാണ്. റിസ്ക്കാണ് ഞാൻ എടുക്കുന്നത്. രൂത്ത് പറയും ഞാൻ എടുക്കുന്നത് വെല്ലുവിളിയാണ്. രൂത്ത് വെല്ലുവിളിയെടുത്ത് മുന്നോട്ട് പോയപ്പോ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ഉന്നതന്മാരുടെയും ശക്തന്മാരുടെയും യഹൂദന്മാരുടെയും ലിസ്റ്റിൽ രൂത്തിന്റെ പേര് എഴുതി പിടിപ്പിച്ചു. കർത്താവിന്റെ വംശാവലിയിൽ അതേ രൂത്തിന്റെ പേര് കയറി. അർത്ഥം ഞാൻ പറയട്ടെ മക്കളെ, വേറെ ആർക്കും എത്തിപ്പിടിപ്പാൻ കഴിയാത്തടത്ത്, ഒരർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് നിന്റെ പേര് എഴുതി ചേർപ്പാൻ പോകുന്നു. വിശ്വാസത്തിന്റെ വെല്ലുവിളി. കരങ്ങളെ അടിച്ചു ആരാധിക്കുക. യെസ് ലോർഡ്. 11 പേര് ബോട്ടിലിരിക്കട്ടെ. എന്നാൽ ഒരുത്തൻ മാത്രം വിശ്വാസത്തിന്റെ വെല്ലുവിളി എടുത്ത്. 11 പേർ കാറ്റ് അടങ്ങട്ടെ, കടലെ ശാന്തമാകട്ടെ. പക്ഷെ ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കണ്ട, ഞാനും ഒരു കമ്പനി തരാം, ഞാൻ കടലിന് മുകളിൽ നടക്കട്ടെ, നമുക്ക് ഒരുമിച്ച് നടക്കാം. ഒന്ന് വിളിച്ചാൽ മതി, നമുക്കൊന്ന് ഒരുമിച്ച് നടക്കാം. എടുത്ത് ചാടി, കുടിച്ച് ചത്തില്ല, എടുത്ത് ചാടി. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ അവന്റെ മേലാണ് ആ പകർച്ചയെ ദൈവം നൽകിയത്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിനക്കുള്ള ദൂത്
മറ്റുള്ളവർ ഇരിക്കുന്നിടത്ത് നീ ഒരു പ്രത്യേക ശബ്ദമായി നിൽക്കാൻ പോകുന്നു. നിന്റെ പേരിലൊരു സ്നാനമുണ്ട്, നിന്റെ പേരിലൊരു ഉണർവുണ്ട്, നിന്റെ പേരിലൊരു ചർച്ച് ഗ്രോത്ത് ഉണ്ട്, നിന്റെ പേരിലൊരു ചലനമുണ്ട്, നിന്റെ പേരിലൊരു സഭാ വളർച്ചയുണ്ട്. വിശ്വാസത്തിൻ്റെ വെല്ലുവിളി. ഞാൻ നിർത്തി. ലേഖനം 12:2. അവൻ ക്രൂശിനെ ബൈപ്പാസ് ചെയ്തില്ല, പലരും വെല്ലുവിളി ഏറ്റെടുക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ എനിക്കും നിനക്കും മധ്യത്തിൽ ഉലാവുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു, അവൻ ക്രൂശിനെ കണ്ടിട്ട് ഓടിപ്പോയില്ല. വേദപുസ്തകം പറയുന്നു, he endured the cross or he enjoyed the cross. അവൻ ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല, he ran towards the cross. അവൻ ക്രൂശിലേക്ക് ഓടിപ്പോയി, അവൻ പ്രശ്നത്തിലേക്ക് ഓടിപ്പോയെന്ന്, അവൻ ക്രൂശിലേക്ക് ഓടിപ്പോയി, അവൻ ക്രൂശിനെ ജയിച്ചു. വരുവാനുള്ളതായ സന്തോഷത്തെ ഓർത്ത് അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി. ഞാൻ നിർത്തി. വരുവാനുള്ള സന്തോഷമെന്ന് പറയുന്നത് നീയാണ് ആ സന്തോഷം ബ്രദർ, നീയാണ് സന്തോഷം. ക്രൂശുമായി അവൻ പോയപ്പോൾ അവൻ നിന്നെ കണ്ടു. അവൻ്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കിയപ്പോൾ അവൻ നിന്നെ കണ്ടു. അവൻ ക്രൂശുമായി കടന്നു പോകുമ്പോൾ അവൻ നിന്നെ കണ്ടു. സ്തോത്രം. ജോസിഫസ് പറയുന്നു, അല്ലെങ്കിൽ ചരിത്രം പറയുന്നു, സ്തോത്രം, മറ്റുള്ളവരെ ക്രൂശിക്കുമ്പോൾ 4-5 പടയാളികൾ കൈയും കാലും ഒക്കെ വലിച്ചു പിടിക്കണം. പക്ഷെ അവനെ വലിച്ചു പിടിച്ചില്ല. അതുകൊണ്ട് ആ ശതാധിപന് അതിശയമായി തോന്നിയത്. അവൻ തന്നെ പറഞ്ഞു, പ്ലീസ് ദയവായി ആണി അടിച്ചോ. ആ കാലിനെയും കൈ അവൻ നീട്ടിക്കൊടുത്തു. കാരണം അവൻ ക്രൂശിനെ അലക്ഷ്യമാക്കി തൻ്റെ മുൻപിലുള്ള സന്തോഷം കണ്ടിട്ട്. സ്തോത്രം. അവൻ തൻ്റെ മുൻപിൽ ആ ക്രൂശിനപ്പുറമുള്ള സന്തോഷം കണ്ടു. ക്യാൻ യു സീ ദാറ്റ്? ഇത്രയും വെല്ലുവിളി നീ കണ്ടതിന്, ഇത്രയും ആർക്കുമില്ലാത്ത പർവ്വതങ്ങളെ നീ അഭിമുഖീകരിച്ചതിന്, ഇത്ര വലിയ നഷ്ടം നീ കണ്ടതിന്, ഇത്ര അപവാദം നീ കേട്ടതിന്, ഇത്രയും ഒറ്റപ്പെടൽ നീ കണ്ടതിന്, ആരും മിണ്ടുന്നില്ലല്ലോ, ഒത്തിരി മുറിവേറ്റതിന്, പടിയും ദൂഷിയും നീ അനുഭവിച്ചതിന്, എൻ്റെ കർത്താവ് പറയുന്നു, നീ ഇത്രയും സ്തോത്രമതി വെല്ലുവിളി ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി നിന്നതിന് ഞാൻ നിന്നെ മാനിക്കാൻ പോവാ. ഞാൻ നിന്നെ ഭയങ്കരമായി മാനിക്കാൻ പോവാ. ഞാൻ നിന്നെ മാനിക്കാൻ പോവാ. സെയിം കീ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. താങ്ക് യു ജീസസ്. എത്ര പേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയും, കണ്ണുകൾ അടച്ചാട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. ശബ്ദം ഉയർത്തിയാട്ടെ. യേശു കർത്താവ് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്ത് അവൻ ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല, അവൻ ക്രൂശിനെ ജയിച്ചു.